ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമുക്തി നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മവൃംഗ പത്യുനാസ നരസിംഹ ഭഗവാൻ की जय। दत्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिल प्रभुपाद की जय। ഗരുപ്രമന്ദേ ഹരി ഹരി ബോൾ। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാന് ഇത്രയും നേരം ഞാനൊരു ക്ലാസ്സിലായിരുന്നു ഇരുന്നത്. സംസ്കൃതത്തിന്റെ ക്ലാസ് ഇന്നോട്ട് തുടങ്ങി. അപ്പൊ ഞാന് അത് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്റെ സമയവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഏകാദശിയുടെ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമാണ്. അപ്പം എല്ലാവർക്കും വിജയ ഏകാദശി ആശംസകള് ഞാൻ നേരുന്നു. ഏകാദശിക്ക് നമ്മൾ കപ്പയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു, ഉറങ്ങി എടുത്തിട്ട് അടിച്ചു പോലെ ഉറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയാൽ നിങ്ങളൊന്ന് വിളിച്ചേക്കണം എടുക്കുന്നതിനിടയിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്താ ചെയ്യുന്നത്? കലികാലം കർമ്മദോഷം എന്നൊക്കെ മാതാജി പറയുന്ന കേൾക്കുന്നില്ല. ഇത്തവണ ഞാൻ കപ്പ കഴിച്ചില്ല പ്രഭു. ഞാനൊരു പച്ച ഏത്തക്കായും ചില ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ചേമ്പ് വെട്ടിയേമ്പും കൂടെ പുഴുക്ക് പോലെ പുഴുങ്ങി കുഴച്ച് തിന്നു. കപ്പയ്ക്കകത്ത് ഒരു കട്ടുണ്ട്, ഒരു മയക്കുമരുന്നാ അത്. അത് ഈ അതെ അതെ ഉറക്കത്തിന് ഭയങ്കര ഇതായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഈ ഉണ്ട് കപ്പ ഉണ്ട് ഉണ്ട്. കഴിച്ചാൽ ഉറക്കം വരുന്നത്. അത് ഊറ്റിക്കളയാൻ നല്ലോണം ഊറ്റിയാൽ മതി എന്ന് പറയുന്നത്, നല്ലോണം വെള്ളത്തിൽ. എന്നാലും അതെ അത് ഉറക്കവാ. അത് ഒരു ഇതാ കട്ട. അതെ അതെ. ഹരേ അപ്പൊ കൃഷ്ണ. നമ്മള് അതീന്ദ്രിയ ജ്ഞാനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതീന്ദ്രിയ ജ്ഞാനത്തിലെ നമ്മള് ഏത് ശ്ലോകാന്ന് ഓർമ്മയുണ്ടോ? 19 എടുക്കേണ്ടത്. ആണോ? നോക്കണോ ഞാൻ അതെ. ഇവിടെ? ഓ വേണ്ട, ഞാൻ എഴുതിയിട്ടുണ്ടോ, ഒന്നുകൂടെ വേണം നോക്കി, കുഴപ്പമില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 19 തന്നെ പ്രഭു. അതെ അല്ലേ? 19 അല്ലേ? അപ്പൊ നമുക്ക് 19ാമത്തെ ശ്ലോകം, ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 4, അതീന്ദ്രിയ ജ്ഞാനം, ശ്ലോകം 19, 20, 21. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാം. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാം. യസ്യ സർവസമാരംഭാ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 ശ്ലോകം 19. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തമാഹു പണ്ഡിതം ബുധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതഃ ജ്ഞാനാഗ്നി ദണ്ഡകർമാണം തമാഹു പണ്ഡിതം ബുധഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 19. യസ്യ സർവേ സമാരംഭാ കാമസങ്കല്പവർജിതാ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ ശിലപ്രഭാത്. യസ്യ യാതൊരുവന്റെ സർവേ എല്ലാ സമാരംഭ പരിശ്രമങ്ങളും കാമസങ്കല്പവർജിതാഹ ഇന്ദ്രിയ സുഖകാംക്ഷ രഹിതങ്ങളായിരിക്കുന്നുവോ ജ്ഞാനാഗ്നിഗ്ധ കർമാണം തം ജ്ഞാനാഗ്നിയാൽ കർമ്മങ്ങൾ ദഹിച്ചു പോയിരിക്കുന്നുവോ അവനെ പണ്ഡിതൻ എന്ന് ബുധ വിദ്വാൻമാർ ആഹു പറയുന്നു. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കരി സേസി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം.
ജ്ഞാനാഗ്നിയിൽ കർമ്മങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനുതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരോ ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീചൈതന്യീശ്വരം. വാഞ്ചാകൽപതരുശ്ച കൃപാ സന്തുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യസ്ഥാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. അപ്പം എല്ലാ വൈഷ്ണവരുടെയും ഒരു ടാബ് മേടിച്ചു തന്നു. അതിന്റെ കുന്തവും കൊടുത്തേക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് നോക്കിയത്. അപ്പൊ ഇതിനകത്ത് ഇന്നലെ വന്ന പോലെ ഇപ്പോഴും വരുന്നത്. സൂം AI കമ്പാനിയൻ, പിന്നെ എന്തുവാ അങ്ങനെയൊക്കെയാ വരുന്നത്. ലെറ്റ് മൈ ആക്ഷൻ ഹോം എന്നൊക്കെ ഇങ്ങനെയൊക്കെ കാണും. ഇതാണ് എനിക്കറിയാം. കമ്പാനി ഒന്നും എടുക്കണ്ട. ഒന്നും അറിയത്തില്ല. എന്തായാലും പഠിച്ചിട്ടെടുക്കാം. അത് മതി. ആരെങ്കിലും പിള്ളേരുടെ കൊച്ചുമക്കളൊക്കെ ഇല്ലേ മാതാജിയുടെ, അവരോട് ചോദിച്ചാൽ അവർക്കെല്ലാം അറിയാം മാതാജി. അവര് എറണാകുളത്താ മോനെ, കൊച്ചുമോനെ. അപ്പൊ അവിടെ പഠിക്കുക, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ പഠിക്കുക. വരുമ്പോ പറഞ്ഞു നോക്കാം. ആരും മോളും ഇല്ല. മോള് തിരുവനന്തപുരത്ത് പഠിക്കുന്നു, കാര്യവട്ടത്ത്. PGക്ക് പഠിക്കുന്നു. ഇവൻ BCA പഠിക്കുന്നു. അപ്പൊ വരട്ടെ. പിന്നെ മറ്റവരൊക്കെ വരുമ്പോ സന്ധ്യയാവും, രാത്രിയാവും. ആയിക്കോട്ടെ. ഇതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയർ ആയി കിട്ടുമെന്ന് മോൻ പറഞ്ഞു. കൊച്ചുമോൻ അയച്ചു തന്നതാ. അയച്ചതല്ല, ഇവിടുന്ന് മേടിച്ച് ഇത് ചെയ്തതാ. ഞാൻ കൊച്ചുമോനോട് പറയാം മാതാജിക്ക് വൃന്ദാവനത്തില് ഒരു 5 സെന്റ് സ്ഥലോട് മേടിച്ചു തരാൻ പറ. വൃന്ദാവനത്തിൽ എന്തായാലും പോകല്ലേ, അവിടെ ഒരു വീടൊക്കെ ഭാവിയിൽ വെച്ചിട്ടങ്ങ് കൂടാ അല്ലേ? അതെ, ഭഗവാന്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് അതുപോലെ പോകാം പ്രഭു, കുഴപ്പമില്ല. രാധാറാണിയോട് പറഞ്ഞോളൂ, ഇപ്പോഴേ നിവേദനം കൊടുത്തോളൂ. അതെ, അവിടെ ചെല്ലുമ്പോഴാട്ടെ, കുഴപ്പമില്ല. രാധാറാണിയുടെ കൃപയുണ്ടെങ്കിലേ നടക്കുള്ളൂ. അങ്ങ് പൊക്കോളാൻ പറയാം. മാനസികോചര പറഞ്ഞ് തിരിച്ചങ്ങ് പൊക്കും. ഞാനിവിടെ നിൽക്കുക. എന്തായാലും മാനസി മാതാജിയുടെ ഒക്കെ കൂടെ അല്ലേ പോകുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പോ ഗോപികമാരോടും ഒക്കെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അവരെ ആഗ്രഹം എപ്പോഴേലും നടത്തി തരും. 10 ദിവസമുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോഴേ. ഈ പിന്നെ പരിക്രമണമൊക്കെ കാണും ചിലപ്പോ. നഗരസങ്കീർത്തനമൊക്കെ കാണുമായിരിക്കും. കാണും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം. അപ്പം ജ്ഞാനികൾക്ക് എന്താണ് നല്ലത്, ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ ജ്ഞാനി അല്ലെങ്കിൽ അറിവുള്ള വ്യക്തി എന്ന് നമ്മളൊക്കെ വിളിക്കുന്നത്. ഒരാളെ വിവേകി അല്ലെങ്കിൽ അറിവുള്ള ആള്, ബുദ്ധിമാനായ ആള്, വിവേകി എന്നൊക്കെ വിളിക്കാനുള്ള കാര്യം അദ്ദേഹത്തിന് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തി ആയിരിക്കണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം എന്ന്, അല്ലെ? നമുക്കറിയാം, കാമ്യ കർമ്മങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ, ഫലം ആഗ്രഹിച്ച് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും
ജനിക്കേണ്ടി വരും. അതിന്റെ ഫലങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെ. നല്ലത് ചെയ്താലും മോശം ചെയ്താലും. പ്രഭു, ആത്മീയ സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ജ്ഞാനികൾ അല്ലെ? അതറിയാവുന്നവരാണ് ജ്ഞാനികൾ, അതെ. അപ്പൊ ഭൗതികമുള്ളവരല്ല. ശരി, ഓക്കെ. അതെ, അപ്പൊ അങ്ങനെ ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. അപ്പൊ അദ്ദേഹം എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? അങ്ങനെയുള്ള ആ ജ്ഞാനം കൊണ്ടുള്ള അഗ്നിയില് ഈ കർമ്മങ്ങളുടെ ഫലങ്ങളെയെല്ലാം ഭസ്മീകരിച്ചു. അങ്ങനെയുള്ള പ്രവർത്തകർ ആണെന്നാണ് ഋഷീശ്വരന്മാർ പറയുന്നത്. ഋഷീശ്വരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ്? പണ്ഡിതന്മാരാണ്. ഋഷീശ്വരന്മാർ എന്താണ്? ഈ ജ്ഞാനം കിട്ടിയവരാണ്. ഇതെല്ലാം എവിടെ നിന്ന്? ഭഗവാനിൽ നിന്ന് വന്ന ഗുരുപരമ്പരകളിൽ നിന്ന് കിട്ടിയ അറിവാണ് ഋഷീശ്വരന്മാർക്കുള്ളത്. അപ്പം ജ്ഞാനമാകുന്ന അഗ്നിയിൽ എന്താണ്? ഈ കർമ്മഫലങ്ങളെയെല്ലാം അവർ ഹോമിച്ചു, അല്ലെങ്കിൽ പരിത്യാഗം, അല്ലെങ്കിൽ ത്യജിക്കുക എന്ന് പറയും അല്ലെ. നമ്മള് ഈ സന്യാസ കർമ്മ യോഗത്തിലേക്ക് പോകുമ്പോഴത്തേന് അവിടെ ഈ പരിത്യാഗം അല്ലെങ്കിൽ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അല്ലെ. നമ്മൾ പലതിനെയും വേണ്ടാന്ന് വെക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇവിടെ എന്തിനാണ് ഈ അറിവുള്ള ആൾക്കാർ എന്തിനാണ് ഹോമിക്കുന്നത്? ഈ കർമ്മഫലം. കർമ്മഫലങ്ങളെ ഹോമിക്കുന്നു. അതെ, എങ്ങനെ കർമ്മഫലങ്ങളെ നമുക്ക് ഹോമിക്കാൻ പറ്റുന്നത്? അപ്പം കർമ്മഫലങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കർമ്മഫലങ്ങളെ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഭഗവാന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പം അതായത് നമ്മള് സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ഫലങ്ങൾ കിട്ടുമെന്നും, മോശം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോശഫലം കിട്ടുമെന്നും നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ നല്ലത് ചെയ്ത് കിട്ടിയാൽ എന്താണ് ഉണ്ടാകുന്നത്? പുണ്യമാണ് ഉണ്ടാകുന്നത്. മോശം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പാപമാണ് അല്ലെ. ഈ പുണ്യത്തിനെയും രണ്ടും വേണ്ട, പാപത്തിനെയും നമ്മള് രണ്ടും വേണ്ട. ഹോമിച്ചു കളയുന്നു. ആ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു കളയുന്നു. പുണ്യത്തിനെയും പാപത്തിനെയും ദഹിപ്പിച്ച് കളയണം. നമുക്കറിയാലോ, നമ്മള് ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങളെയെല്ലാം ഗംഗാനദി അങ്ങ് സ്വീകരിക്കും. യമുനയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാപങ്ങളെയും പുണ്യങ്ങളെയും യമുനാ നദി സ്വീകരിക്കുന്നു. യമുനയിൽ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യമുനാ നദി നമ്മുടെ പുണ്യങ്ങളെയും പാപങ്ങളെയും സ്വീകരിക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ പുണ്യകർമ്മങ്ങളുടെ ഫലത്തെയും പാപകർമ്മങ്ങളുടെ ഫലത്തെയും അങ്ങ് ദഹിപ്പിച്ച് കളയുന്നു, ഇല്ലാതാക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യുന്ന ആരാണ്? ഭഗവാനാണ് അല്ലെ. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നുള്ളതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്, പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും ഫലത്തെ ഹോമിച്ചു അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു എന്ന് ഇവിടെ വേറൊരു രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനി എന്ന് പറയുന്ന ആള്, ഋഷീശ്വരന്മാര് ജ്ഞാനിക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്? പുണ്യഫലങ്ങളുടെയും പാപഫലങ്ങളുടെയും പ്രതിക്രമണങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞു. കാര്യം അദ്ദേഹം ഫലകാംക്ഷ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പഠിച്ച പല ശ്ലോകങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഒന്നിങ്ങനെ പറഞ്ഞു, ഒന്ന് തിരിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട ശ്ലോകങ്ങളാണ്. ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങൾ മുൻപേ കഴിഞ്ഞുപോയ ശ്ലോകങ്ങളൊക്കെ തന്നെ പരസ്പരം ബന്ധം ഉള്ളതാണ്. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയുടെ പ്രഭു എങ്ങനെയാണ്? ആശുപത്രി വിട്ടു വന്നോ? എങ്ങനെയുണ്ട് ഇപ്പൊ മാതാജി? ആശുപത്രിയിൽ നിന്നാണോ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അറിഞ്ഞില്ല. മാതാജി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് മാതാജി പ്രഭുവിനെ പറ്റി അറിയുന്നത്. ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം? പ്രഭു, ഞാൻ അറിഞ്ഞായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇപ്പൊ കുറവുണ്ട്. ഇന്നും ആശുപത്രിയിൽ പോയിട്ട് വന്നിരിക്കുവാണ്. കുറവുണ്ട്, നീര് കുറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ലാത്തത് കാരണം കണ്ണു കാണാമല്ലോ, ഇരുട്ടാ. ഹരേ കൃഷ്ണ. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് കുറയട്ടെ പ്രഭുവിന്റെ ഈ എന്തായാലും പ്രായാധിക്യം ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കർമ്മഫലങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും നമ്മൾക്കൊക്കെ. അത് പ്രഭു, ഞങ്ങൾ അമ്പലത്തിലാ ജോലി ചെയ്യുന്നത്. പുള്ളി അമ്പലത്തിലെ മാലകെട്ടൊക്കെയാ പുള്ളിയുടെ ജോലി. മാലകെട്ടും രഫീത് എഴുതും, അങ്ങനെയൊക്കെയുള്ള ജോലികളാ പുള്ളി അമ്പലത്തിലുള്ളത്. അപ്പൊ അമ്പലത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും പറ്റുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പം പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് 19-ാം തീയതി ഇവിടെ കുടിയേറ്റ അമ്പലത്തില്. അപ്പൊ പുള്ളി ഒരു ഫജീലായിട്ട്
അവിടെ പങ്കെടുക്കേണ്ട ആളാ. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ അമ്പലത്തിനകത്തേക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മേടിക്കാനും എടുക്കാനും ഒക്കെ ഒക്കെ ഉള്ളു ഒരു പ്രധാനപ്പെട്ട ആളാ. പക്ഷെ എന്ത് ചെയ്യാനാ, പോകാൻ പറ്റുന്നില്ല. അന്നെങ്കിലും പോണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാം ശരിയാവും മാതാജി. എല്ലാം നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭഗവാൻ അത് ഈ ഒരു സ്റ്റേജ് എത്രയും പെട്ടെന്ന് ഇന്ന് കടത്തിക്കൊണ്ട് പോകും. ഉറപ്പായിട്ടും പ്രഭുവിന് ഉത്സവമൊക്കെ കൂടാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളരെ ആരോഗ്യവാനായിട്ട് തന്നെ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സന്തോഷം. വെൽക്കം ബാക്ക് ഗീത മാതാജി. വീണ്ടും ഒരു തിരിച്ചുവരവ്. വന്നു ഹരേ കറണ്ട്. കൃഷ്ണ. ഹരേ കൃഷ്ണ കറണ്ട് മാതാജി. വന്നു. വന്നല്ലേ. ഹരേ കൃഷ്ണ. അപ്പൊ നല്ല അതെ, ലക്ഷണാണ് മാതാജി. നല്ല ലക്ഷണാണ്. എല്ലാം തമസോമ ജ്യോതിർഗമയ. ഹരേ കൃഷ്ണ. നന്നായിട്ട് വരട്ടെ ഭഗവാനെ. ശരി. എന്താണ് മാതാജി, ഇന്ന ക്ലാസ് ഹരേ ഒന്നും ഇല്ലായിരുന്നു? ഇന്നോ? ഞാൻ ഇത് വേറെ ഫോണാ, ഹസ്ബൻഡിന്റെ ഫോണാ ഇത്. അതെ അല്ലേ. ഓക്കെ. മാതാജിക്കും ഈ ജ്ഞാനാംബിക മാതാജി ഒക്കെ അതേ ടാബൊക്കെ വാങ്ങിച്ചു. മാതാജിക്ക് ഒരു ടാബൊക്കെ വാങ്ങിച്ചൂടെ? മക്കളോട് പറഞ്ഞൂടെ? എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അഡ്വാൻസ് ആണ്ടേ കുറച്ചുകൂടെ ഒക്കെ? ഉണ്ട് എനിക്ക്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. അപ്പൊ നമ്മൾ ഇതിന്റെ ഭാവാർത്ഥം നോക്കാം. ഹരേ കൃഷ്ണ. മാതാജിന്റെ ഭാവാർത്ഥം വായിച്ചു. ഭഗവത്ഗീത കയ്യിലുണ്ടോ മാതാജിന്റെ? പ്രഭു കൊരങ്ങന്റെ ഭഗവത്ഗീത കയ്യിലുണ്ടോ? മാറ്റിയ പോലെ ഉണ്ട്. എന്നാ എന്റെ ഭാവാർത്ഥം വായിച്ചോളൂ. എന്തായിരുന്നു? ഞാൻ എനിക്ക് ഏത് ശ്ലോകം? 4:19. അല്ലേ? ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം 19, അധ്യായം 4 ശ്ലോകം 19. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുവാൻ. കൃഷ്ണാവബോധമാർന്നവരുടെ പ്രവൃത്തികൾ തികച്ചും മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇന്ദ്രിയശക്തിക്കുള്ള വാസനയില്ലാത്ത ഒരാളാകയാൽ അയാൾ സ്വകർമ്മ ഫലങ്ങളെല്ലാം തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണെന്ന ജ്ഞാനത്താൽ ഭസ്മീകരിച്ചു എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള പൂർണ്ണജ്ഞാനം ലഭിച്ച ഒരാൾ യഥാർത്ഥ പണ്ഡിതനാണ്. ഭഗവത് ദാസ്യത്തെക്കുറിച്ചുള്ള ഈ ജ്ഞാനത്തിന്റെ വികാസം അഗ്നിയുടേതുപോലെ തന്നെയാണ്. ഒരിക്കൽ ജ്വലിച്ചു കിട്ടിയാൽ കർമ്മ പ്രതികരണങ്ങളെയെല്ലാം അത് ചാമ്പലാക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അഗ്നിയുടെ സ്വഭാവം എന്താണ്? അതിൽ കിട്ടുന്നതിനെല്ലാം അത് ചാമ്പലാക്കും അല്ലെ? നമ്മൾ അഗ്നി ആരോടെങ്കിലും പ്രത്യേകത മമത കാണിക്കുവോ? ഒരു ഭക്തനാണെന്നോ ഒരു കൊച്ചുകുട്ടിയാണെന്നോ അങ്ങനെയൊന്നും ആരോടും ഒരു പ്രത്യേകത. അഗ്നിയുടെ സ്വഭാവം കാണിക്കും അല്ലെ? എന്താണ്? ദഹനം എന്നുള്ളതാണ് അഗ്നിയുടെ സ്വഭാവം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനമാകുന്ന അഗ്നിയില് ഈ പറയുന്ന കർമ്മഫലങ്ങളെ, അതിന്റെ നല്ലതിന്റെ മോശത്തിന്റെ എല്ലാം തന്നെ ആ ഫലങ്ങളെ അങ്ങോട്ട് ദഹിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതും ഇല്ല മോശവും ഇല്ല. പിന്നെ ചെയ്യുന്നതൊക്കെ എന്താണ്? ന്യൂട്രൽ ആണ് അല്ലെ? ഭഗവാന് വേണ്ടി. അതിന് പ്രതിപ്രവർത്തനങ്ങളില്ല. അല്ലെങ്കിൽ നല്ലത് ചെയ്താലും പ്രതിപ്രവർത്തനം, മോശം ചെയ്താലും പ്രതിപ്രവർത്തനം. അപ്പൊ ഇതിന്റെ എന്താണ്? നമ്മള് അതിനെയെല്ലാം തന്നെ ഭഗവാനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? അതിന് എന്താണ്? ലാഭമോ നഷ്ടമോ ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിന് എന്താണ്? പ്രതിപ്രവർത്തനങ്ങളൊന്നും തന്നെ ആ പ്രവർത്തികൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭഗവാന്റെ നിത്യദാസനാണെന്ന് ഉള്ള ജ്ഞാനം. അപ്പൊ നമ്മൾ ആരാണ്? ഭഗവാന്റെ നമ്മളെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജീവേര സ്വരൂപന് നിത്യേന കൃഷ്ണദാസ്. അതായത് നമ്മൾ ഭഗവാന്റെ ഭക്തരുടെ ദാസന്മാരുടെ ദാസാനു എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റത്തെ ആളാണെന്നുള്ള ഒരു ഭാവമായിരിക്കണം നമ്മളൊരു ഭക്തനാണെന്ന് പോലും നമ്മള് മറ്റൊരാളോട് പറയാനായിട്ട് സാധിക്കില്ല. ഭക്തനാണെന്ന് ആരാണെന്ന് തീരുമാനിക്കേണ്ടത്? നമ്മളല്ല തീരുമാനിക്കേണ്ടത് അല്ലേ? ഭഗവാനാണല്ലേ. നമ്മള് കോടിക്കണക്കിന് ആൾക്കാർ നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ എത്ര പേരെ ഭഗവാൻ കാണുന്നു എന്നുള്ളത് അതാണല്ലോ അതിലെ എത്ര പേരുടെ ആ ഒരു ഹൃദയം അല്ലെങ്കിൽ ആ വിങ്ങലുകൾ, ഭഗവാനെ കാണാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, അത് ഭഗവാൻ കാണുന്നു
എങ്കിലാണ് നമുക്ക് അതിനെ എന്താണ് അവര് ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് തൊഴുതു, ദർശനം കിട്ടി, ദർശന പുണ്യം കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാത്തവരൊക്കെ പോകുന്നു, ക്യൂ നിൽക്കുന്നു, ചിലരൊക്കെ നമ്മള് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ കേറുന്നു. പക്ഷെ അത്രയും പേര് നിൽക്കുമ്പോൾ നമ്മളിൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മളിൽ എന്തെങ്കിലും ഒരു ചെറിയ കഴിവാണ്, ഒരു ചെറിയ ഒരു ക്വാളിറ്റി ഉണ്ടായാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ നോക്കും അല്ലെ. അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നതിൽ ഭഗവാൻ എവിടെ ശ്രദ്ധിക്കാനല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് അതിലൊരാളാകാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെയുള്ള ഒരാളാക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തെ നമ്മൾ എന്താണ് ശുദ്ധമാക്കണം അല്ലെ, പവിത്രമാക്കണം നമ്മള്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് എന്താണ് ഒരു വലിയ പ്രോസസ്സാണ് ഈ പറയുന്നത്. വളരെ ഈസി നടക്കും, അതത്ര എളുപ്പമല്ല. നമുക്ക് ആ ഭഗവാന്റെ എന്റെ ഭഗവാൻ എന്നുള്ളതിന് പകരം ഭഗവാന്റെ നമ്മൾ ആകാനായിട്ട് അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ ഈ പറയുമ്പോൾ സൂത്രവാക്യമൊക്കെ ഈസിലി പറയാം, എനിക്ക് അങ്ങനെ പറ്റും, ഈ ഭക്തി പ്രാക്ടീസ് ചെയ്യാമെന്ന്. നമ്മൾ ഭക്തനാണെന്ന്, ഞാനൊരു ഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ അഹങ്കാരാണ്. ഞാനൊരു ഭക്തനാണെന്ന് പറഞ്ഞു നമുക്ക് എന്ത് യോഗ്യത ഭക്തൻ എന്ന് പറയാനല്ലേ. അപ്പൊ നമ്മള് വളരെ പറയുന്ന ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് മാത്രമേ നമ്മൾ ഒരാളോട് പറയാവുള്ളൂ. ഒരിക്കലും നമ്മൾ ഒരാളോട് ഞാനൊരു ഭക്തനാണ്, ഞാനൊരു കൃഷ്ണഭക്തനാണെന്ന് പറയാനായിട്ട് നമുക്കൊരു യാതൊരു അധികാരവും ഇല്ല. കാര്യം നമ്മള് ആ ഭക്തന്മാരുടെ ഒക്കെ ദാസന്മാരുടെ, ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്, ഭഗവാൻ തന്നെ ഭക്തനായിട്ട് വന്നിട്ട് എന്താ പറയുന്നത്, ഞാൻ ഭക്തന്മാരുടെ ഭൃത്യന്മാരുടെ ഏറ്റവും അവസാനത്തെ ദാസന്റെ ദാസനാണെന്ന് ആണ് പറയുന്നത് അല്ലെ. അത്രയും താഴെയുള്ള ഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലെ. അപ്പം അപ്പൊ നമ്മളൊരു ഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആ സർട്ടിഫിക്കറ്റ് തരുന്നത് നമുക്ക് ഭക്തൻ എന്നുള്ള? ഭക്തിയുടെ ലെവൽ അങ്ങനെ അളക്കും? എവിടാണ് ആ ഭക്തിയുടെ തോത് അളക്കുന്ന ഒരു മിഷ്യൻ? നമുക്ക് എവിടെയെങ്കിലും ചെന്നാൽ വാങ്ങിക്കാൻ കിട്ടുമോ? സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് തൂക്കിയെടുക്കാൻ പറ്റുമോ ഭക്തി? ഒരിക്കലുമില്ല അല്ലെ. ഭക്തിയുടെ അളവ് പോലെ എന്ന് ഞാൻ മാനദണ്ഡം അതല്ല. ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ടല്ലേ. നയനം ഗളതസ്വതാരയ വദനം ഗദ്ഗദരുദ്ധയാഗിര പുളകേർ നിജിതം വപുകഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയുള്ള ആളെ കണ്ടാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കണ്ണിക്കൂടെ എന്താണ് അവർക്ക് ഭക്തി ഇങ്ങനെ കൂടി കഴിയുമ്പോൾ എന്താണ് നയനം ഗളതശ്രുതാരയ, കണ്ണിന്റെ അകത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ധാരധാരയായിട്ട് കണ്ണുനീർ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്? വദനം ഗദ്ഗദരുദ്ധയാഗിര, നമ്മുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ട് പോരില്ല. ഭഗവാനെ പറ്റി എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തി, ആരോ പിടിച്ചു നിർത്തിയിരിക്കുന്നില്ല, ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ വരില്ല. പിന്നെ അടുത്ത എന്താണ്? പുളകീർ നിജിതം വപുകഥ തവ നാമഗ്രഹണേ ഭവിഷ്യതി, താങ്കളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? പുളകീർ നിജിതം, അതായത് രോമാഞ്ച പുളകിതമായിട്ടായിരിക്കും ഭഗവാന്റെ കഥ പറയുന്നത്. തവ നാമ ഗ്രഹണേ ഭവിഷ്യതി, അങ്ങനെ ആ ഒരു നാമം കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ശരീരത്തിനുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്? അപ്പൊ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മള് ഭക്തർ അല്ല എന്ന് വേണം. നമ്മളിത് ഭക്തി അളക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയവും ഭഗവാന്റെ ഹൃദയവും തമ്മിലുള്ള ഒരു പരസ്പര കൈമാറ്റമാണ് ആ ഒരു ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം അത് ഏത് ലെവലിലാണ് വരുന്നത്? നമ്മൾക്ക് നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ അച്ഛനോ ആദ്യം എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ അമ്മ പറയും ഇതാണ് അച്ഛൻ അല്ലെ. അപ്പൊ അച്ഛനോട് എന്താണ് ആ ഒരു ആദ്യമൊക്കെ കുട്ടികൾക്കൊക്കെ എന്താണ് സ്നേഹത്തിന്റെ ഒരു ഭാവം വരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചുകൂടെയൊക്കെ മാറി കഴിയുമ്പോൾ ബഹുമാനമാകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയമാകും. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറി വേറൊരു ലെവലാകും അല്ലെ. എന്ന് പറഞ്ഞ പോലെ ഭക്തി ആദ്യം ഒരു ഭഗവാനോടുള്ള ഒരു സ്നേഹം എന്നുള്ള ലെവലിലെത്തും. ആ സ്നേഹം എന്നുള്ള ലെവല് മാറി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും, അതായത് നമ്മള് അമ്മ പറഞ്ഞാണ് അച്ഛനെ പറ്റി കേൾക്കുന്നത് അല്ലെ. അച്ഛനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കും. അച്ഛന്റെ ഇത്രയും കഷ്ടപ്പെടുന്ന അല്ലേ, രാവിലെ പോയി ജോലി എടുക്കുന്നു, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന അച്ഛനല്ലേ. അപ്പൊ അച്ഛനെ എന്താണ് ബഹുമാനിക്കാൻ പഠിക്കണം, അതുപോലെ അച്ഛൻ പറയുന്നതൊക്കെ അനുസരിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞ് കൊടുക്കും അല്ലെ. അതുപോലെ തന്നെ ആചാര്യന്മാര് നമ്മൾ ഭഗവാനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പുത്രന് എങ്ങനെ പിതാവിനോട് സ്നേഹം ഉണ്ടാകുന്നു, അതിൽ ആ ഗുരുവിന്റെ സ്ഥാനത്താണ് അമ്മ അല്ലെ. അമ്മയാണ് ആ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ അച്ഛനോടുള്ള സ്നേഹം ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരുടെ
കയ്യിലാണ് അത് മുഴുവൻ ഇരിക്കുന്നത്, ആ താക്കോൽ മുഴുവൻ അത് ആരുടെ കയ്യിലാണ് ഭദ്രമായിട്ടിരിക്കുന്നത്? അമ്മയുടെ കയ്യിലാണ് അല്ലെ? അമ്മേന്റെ അപ്പം നമുക്ക് ശരിയായിട്ടുള്ള ഒരു അമ്മയുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ ശരിക്കും മനസ്സിലാക്കാനും നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പറ്റും. എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഗുരുനാഥന്റെ അടുക്കൽ നിന്ന് ഗൈഡൻസ് കിട്ടി നമ്മൾ ശരിയായ സ്രോതസ് വഴി കേട്ട് മനസ്സിലാക്കി മനനം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യും. അപ്പൊ സ്നേഹത്തിന്റെ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ പറ്റി അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും കൃഷ്ണനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓ ഇത് നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് അല്ലെ, കുറെ കൃഷ്ണഭക്തർ ഇപ്പൊ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്ത് നിന്ന് അങ്ങ് മാറും അല്ലെ. നമുക്കിതൊന്നും നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. കുറെ പേര് എന്തൊക്കെയോ പറയുന്നു, കുറെ കൃഷ്ണഭക്തിക്കാരിറങ്ങുന്നു, എവിടുന്നോ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കും. ഇപ്പൊ ഒക്കെ എന്ത് ചെയ്യുന്നു, ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നന്ദഗോവിന്ദൻകാരൊക്കെ ഭജന നടത്തുമ്പോഴത്തേന് എല്ലാരും ഇരുന്ന് കൂടെ നിന്ന് പാടുന്നു അല്ലെ. എല്ലാരും ആ വേടൻ എന്ന് പറയുന്ന ആള് നടത്തിക്കൊണ്ടിരുന്ന കോപ്രായങ്ങൾക്കിടെ തുള്ളിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം നന്ദഗോവിന്ദൻകാര് കൃഷ്ണനെ പറ്റി രാധനൻ പ്രേമത്തോടാണെന്നൊക്കെ പറയുമ്പോ എല്ലാരും ചാടി തിമിർക്കുന്നു, എല്ലാവരും ഒരുമിച്ച് പാടും. ആ ഒരു ലെവലിലേക്ക് ഒരു പരിവർത്തനം വന്നെന്ന് മനസ്സിലായില്ലേ നമുക്ക്? എന്ന് പറഞ്ഞതുപോലെ ആ പിന്നീട് എന്ത് ചെയ്യും, ഈ ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കെ 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 ചെവി ഒന്ന് കൊടുക്കും അല്ലെ. ആ ഭാഗവതം സപ്താഹം നടക്കുമ്പോൾ ഊണിന്റെ സമയത്തിന് പോകുന്നതിന് മുൻപേ നമ്മൾ ആ കഥ പറയുന്ന സമയത്ത് ഒന്ന് ചെല്ലും. എന്നിട്ട് ആ പറയുന്ന ഭഗവാനെ പറ്റി പറയുന്ന ഒരു ലീല ഒന്ന് കേൾക്കാനായിട്ട് ഒരു കുറച്ച് ഇച്ഛ കാണിച്ചു കൊടുക്കും അല്ലെ, ഒന്ന് നിന്ന് കൊടുക്കും. ഇങ്ങനെ നിന്ന് കൊടുക്കുമ്പോ ഇത് കൊള്ളാവല്ലോ, ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നുവല്ലേ, ഞാൻ കേട്ടിരുന്നത് വേറെ തെറ്റിദ്ധരിച്ചു, എവിടെയൊക്കെയോ പൂമ്പാറ്റയോ ബാലരമയോ അമർ ചിത്രകഥയിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടിരുന്നത്, അല്ലെ ഏതോ സുകുമാർ അഴീക്കോടോ അതുപോലെയുള്ള രാമന്റെ ദുഃഖം പോലത്തെ ഏതോ ഒക്കെ ഇതൊക്കെയാണ് ഞാൻ വായിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണല്ലോ തെറ്റിദ്ധരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ശ്രദ്ധ കൊടുക്കും എപ്പോഴും ഭഗവാന്റെ കഥ. ഇപ്പൊ ഇനി അടുത്ത വർഷ സപ്താഹം നടത്തുമ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് മുഴുവൻ കേൾക്കണം. അടുത്ത വർഷം എന്ത് ചെയ്യും, നമ്മളത് സപ്താഹങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ മുടങ്ങാതെ പോയി കേൾക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാട്സപ്പിൽ ഇങ്ങനെ കൃഷ്ണനെ പറ്റിയുള്ള ഒരു പാട്ട് വന്നു, അല്ലെങ്കിൽ ഒരു കീർത്തനം വന്നു, നമ്മൾ അത് നിന്ന് കേട്ടു. അപ്പൊ ഭഗവാനെ പറ്റി കേൾക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഒരു എന്തോ ഇന്നില്ലാത്ത ഒരു സംഭവം തോന്നുന്നു. അങ്ങനെ ആ ഒരു സ്നേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങ് പോയി. അങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ പോയി അതിലും ഉയർന്ന് പിന്നെ നമ്മള് ഗുരുവായൂർ പോയില്ല എങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമം, എന്റെ എന്തോ ഒരു ഭാഗം പോയ പോലെ തന്നെ, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്ത് ചെയ്തിട്ടും തൃപ്തിയില്ലാത്തൊരവസ്ഥ. എല്ലാം വിട്ടിട്ട് മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം ഒന്നും നോക്കുന്നില്ല, ഞാന് എന്തായാലും നാളെ തന്നെ എനിക്കൊന്ന് ഗുരുവായൂർ പോയി ഗുരുവായൂരിനെ തൊഴണം. ഈ ഒരു ഭാവം ഇനി അടുത്തൊരു ലെവലിലേക്ക് എത്തുകയാണ് അല്ലെ. എനിക്ക് ഗുരുവായൂരപ്പനെ കാണാതെ പറ്റില്ല, അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ നടക്കാതിരിക്കുമോ അത് ഭഗവാന്റെ ഇച്ഛ, പക്ഷെ ഞാനൊന്ന് പോവാണ് ഗുരുവായൂര്, അല്ലാതെ എനിക്ക് പറ്റുന്നില്ല ഭഗവാനെ കാണാതെ. എത്ര തിരക്കാണെങ്കിലും വേണ്ടില്ല, ഞാൻ ക്യൂവില് 10-15 മണിക്കൂർ വേണം നിന്നോളാം, എനിക്ക് പക്ഷെ ഭഗവാനെ ഒന്ന് കാണണം എന്നുള്ളൊരു ഭാവം എത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് കണ്ടു കഴിയുമ്പം നമ്മള് ഭഗവാനോട് ഒന്നും എന്തോ പറയണമെന്ന് ആഗ്രഹിച്ചു പോയി ഒന്നും പറയാത്ത ഒരവസ്ഥയില് എത്തിച്ചേരുക. അതിനുശേഷം എന്താണ് അനർത്ഥ നിർവൃതി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ അനർത്ഥങ്ങളെല്ലാം അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് എന്താണ് രാഗങ്ങളും ദ്വേഷങ്ങളും കാമവും ക്രോധവും എല്ലാം മാറി നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിലൊക്കെ തന്നെ പെരുമാറ്റ ചട്ടങ്ങള്, അതായത് നേരത്തെ എങ്ങനെയാന്ന് ഒരാൾ നമ്മുടെ കാലയിൽ നിന്ന് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവരെ ആ ക്യൂവിൽ നിന്നുകൊണ്ട് ലോകത്തെങ്ങാനും ഇല്ലാത്ത ചീത്ത പറയും. നിങ്ങൾക്ക് അറിയത്തില്ല എനിക്ക് ഇത്രയും പ്രായമായെന്ന്, എന്റെ കാലിന് വേദന കൊള്ളാന്ന് അറിയത്തില്ലേ, നിങ്ങൾ എന്നെ ചവിട്ടിയോ, നിങ്ങൾ എവിടെ നോക്കിയാ നിൽക്കുന്നത്, നിങ്ങൾ ഇവിടെ തൊഴാൻ വരുന്നതാണ്, നിങ്ങളാണോ ഭക്തന്മാര് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മള് എന്ത് ചെയ്യും, എന്താണ് അതായത് അവരാണ് ചവിട്ടിയെങ്കിൽ നിങ്ങളുടെ കാലിന് വേദന എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മള് ഒഴിവായി നിൽക്കും. അവരോട് ക്ഷമ ചോദിച്ചിട്ട് അവരെ ഒന്ന് തൊഴുതിട്ട് നിൽക്കും. നമ്മൾ ഓരോ സ്ഥലത്തും ചെന്ന് പെരുമാറുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുക ഈ തെക്കേ നടയിലേക്ക് പോകുന്ന വഴി എന്നാന്ന്, നിങ്ങൾ അവിടെ എങ്ങാനും ചോദിക്കുന്നു പറയുന്ന അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഒഴിവുള്ള സമയമാണ് തെക്കേ നടയിൽ കൊണ്ടേ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പ്രസാദം ഉണ്ണുന്ന കൗണ്ടറിൽ എങ്ങോട്ടേക്കാ പോകുന്നത്, വഴി അറിയത്തില്ല, എവിടുന്നോ വന്ന ആൾക്കാരാണ്, അപ്പൊ പ്രസാദം ഉണ്ണുന്ന കൗണ്ടറിൽ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ജയപതാക സ്റ്റോർ എവിടെയാന്ന് ഒരാൾ ചോദിക്കുക, നമ്മൾ അവിടെ കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുന്നു.
അപ്പൊ എന്ത് ചെയ്യും, നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ തന്നെ മാറ്റം ഉണ്ടായി, നമ്മളൊരു പക്വത ചെന്ന ഒരു ആളായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്നേഹം എന്ത് ചെയ്തു, പരസ്പരം കൈമാറ്റമല്ലേ. ആ പരസ്പരം കൈമാറ്റം എന്ന് പറഞ്ഞ സ്നേഹം ഭക്തിയുടെ ലെവലിലേക്ക് എത്തിച്ചേർന്നു. ഭക്തിയുടെ ലെവലിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞ് അടുത്ത ലെവല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭക്തിയുടെ ലെവലിൽ നമ്മൾ ചിലപ്പോൾ കുറെ നാളിങ്ങനെ പോകുമായിരിക്കും. ഈ പരസ്പരം കൈമാറ്റം എന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മളുമായിട്ടുള്ള ഹൃദയ കൈമാറ്റം നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അതിലും ഒരു ഉയർന്ന ഭാവത്തിലേക്ക് എത്തുന്ന ആ ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പറഞ്ഞ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭാവമാണ് അല്ലെ. അതെന്താണ്? പ്രേമം. ആ ഭക്തി കഴിഞ്ഞിട്ട് PhD ലെവലും അതിലും കൂടിയ ലെവലാണ് പ്രേമം എന്ന് പറയുന്ന ലെവല്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷെ ഭക്തിയുടെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വൈകുണ്ഠം വരെ പോകുമായിരിക്കും. ഭഗവാന്റെ ധാമത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഗോപികമാരുടെ ഭാവം ഉണ്ടായിരിക്കണം. പ്രേമത്തിന്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പ്രേമം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ഭയങ്കര പിശുക്കനാണ് ഭഗവാൻ. ഒരാൾക്കും അങ്ങനെ കൈ അയച്ചു കൊടുക്കുകയല്ലാത്തൊരു സംഭവം ഇങ്ങനെ ഒതുക്കി ഭദ്രാക്കി വെച്ചിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അത് ആർക്കും അങ്ങനെ കൊടുക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് കൃഷ്ണൻ നമ്മളൊക്കെ കള്ളനാന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പറയുന്നതാണ്. ശരിക്കും ഭഗവാൻ ഈ പ്രേമത്തിന്റെ ഭാഗത്തിൽ ഭയങ്കര കള്ളത്തരം കാണിക്കും, ഭയങ്കര പിശുക്കനുമാണ്. ഒരിക്കലും അതങ്ങനെ തരില്ല. തന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്താണ്? ഭഗവാൻ പ്രേമം കൊടുത്താലുള്ള കുഴപ്പം എന്താണ്? ഭഗവാൻ തിരിച്ച് നമ്മളുടെ ദാസനായിട്ട് വരേണ്ടി വരും. ഏത് സമയങ്ങളിലും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എവിടെ പോകുന്നു, നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടോ, നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാണ്ട് ഭഗവാന് കൂടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഭഗവാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യം എന്ത് ചെയ്യും? മായയെ ഏൽപ്പിക്കും. മായയെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു വലിയ അസുഖം ഉണ്ടാക്കി തരും മായ. ചിലപ്പോൾ ഒരു പക്ഷേ അസുഖം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മള് ഇത്രയും ഞാൻ കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്തതാ, എന്നിട്ട് ആ കൃഷ്ണൻ എനിക്ക് തന്ന പണി കണ്ടില്ലേ, എനിക്ക് ഇത്രയും വലിയ അസുഖം ഉണ്ടാക്കി തന്നില്ലേ, ഇനി ഞാന് എന്ത് ചെയ്തു? ഞാൻ ഇനി ഗുരുവായൂർക്കില്ല, ഞാൻ ഇനി ഒരു സ്ഥലത്തേക്കും ഇല്ല. ഞാന് എനിക്ക് എണീക്ക നടക്കാവുന്ന കാലത്തൊക്കെ ഞാന് എന്ത് ചെയ്തു? ഞാൻ ഗുരുവായൂർ പോയി, അല്ല ഇന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ എത്ര ഏകാദശി എടുത്താണ്, എന്നിട്ട് കണ്ടില്ലേ എന്നെ തളർത്തി ഇവിടെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇനി ആ പരിപാടി ഇല്ല. ബാക്കിയുള്ളവരൊക്കെ നാട്ടുകാരും അവരൊക്കെ സുമാരഴിക്കോടൊക്കെ പറഞ്ഞ എത്ര വാസ്തവാണ് അല്ലെ. അല്ലെങ്കിൽ MT വാസുദേവൻ നായർ നിർമ്മാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് വെളിച്ചപ്പാട് എന്താണ് ചെയ്തത്? അവസാനം ആ എടുത്തിട്ട് എന്താണ് വിഗ്രഹം എല്ലാം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ ആത്മഹത്യ ചെയ്തു. ആ ചോര അവിടെ ഒഴിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ മാറ്റാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? മായ അതിന്റെ അടുത്ത് പ്രേമം തരണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു വലിയ ടെസ്റ്റ് ആണ് അല്ലെ. നമുക്ക് PhDയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഈ ഭൗതികമായിട്ട് എഴുതുന്ന PhDയുടെ എക്സാമിനേഷൻ ഒന്നും അല്ല. വലിയ 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 പരീക്ഷകൾ നേരിടേണ്ടി വരും പ്രേമത്തിന്റെ ലെവലിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ആ ഒരു സ്റ്റേജ് നമ്മൾ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണക്കാർക്ക് വരുന്നില്ല. ഭക്തിയുടെ ലെവൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാം, നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും എന്തുണ്ടായിക്കോട്ടെ, എന്നെ തളർത്തി കിടന്നോട്ടെ, എനിക്ക് നാവ് ചലിക്കാതായിക്കോട്ടെ, എന്റെ കൈയും കാലും അനക്കാൻ പറ്റാതായിക്കോട്ടെ, ഏത് സ്റ്റേജിലും ഞാന് എന്താണ് എന്റെ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളുള്ള ഒരു ഭക്തിക്ക് യാതൊരുവിധ വീഴ്ച ഉണ്ടാകില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം. ആരും എന്തും പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ കൃഷ്ണഭക്തിയിൽ ഒരു ചോർച്ചയും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ നമ്മൾ കഴിയുമ്പോൾ ഭഗവാന് നമുക്ക് അലിവ് തോന്നി ഭഗവാൻ എന്ത് ചെയ്യുന്നു? പ്രേമം തരും അല്ലെ. ആ ഒരു പ്രേമം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അവിടെ ഇവിടെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാര്യം നമ്മൾ ഭഗവാന്റെ ആളായി കഴിഞ്ഞു അല്ലെ. പിന്നീട് നമ്മളുടെ കാര്യം നമ്മൾ നോക്കേണ്ടത് ഭഗവാനാണ്. പിന്നെ നമ്മൾ ഏത് തലത്തിലാ ജീവിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ തെരുവിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ നമ്മളുടെ വസ്ത്രം മുഷിഞ്ഞായിരിക്കും. ഡസൻ മാറ്റർ അല്ലെ. കാര്യം എന്താണ്? നമ്മൾ ആ ഒരു ശരീരത്തിന്റെ പ്ലാറ്റ്ഫോമിലല്ല ജീവിക്കുന്നത്. നമ്മൾ എന്താണ്? അതിലും കൂടി നമ്മൾ വൃന്ദാവനത്തിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ വൃന്ദാവനമാണ്. നമ്മൾ എവിടെ പോകുന്നു അവിടെ വൃന്ദാവനമാണ്. നമ്മൾ എന്ത് പറയുന്നതോ അത് ഹരിനാമമാണ്. ആ ഒരു രീതിയിലേക്ക് എത്തും. ഭഗവാനെ പറ്റി എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഭഗവാനെ തുടക്കോ ഒടുക്കോ ഇടയ്ക്കും എല്ലാം തന്നെ ഭഗവാനെ കുത്തിക്കയറ്റി നിറച്ചു വെക്കും അല്ലെ. എന്ത് ഭൗതികമായിട്ടുള്ള കാര്യം പറഞ്ഞു അതിലെല്ലാം എവിടെയും ഭഗവാന്റെ ആ ഒരു മിശ്രണം ഉണ്ടായിരിക്കും. അതായിരിക്കും
ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ. അപ്പൊ ഈ ഓരോ സ്റ്റേജും കടന്നു പോകും. നമ്മളിപ്പോ സാധക ലെവലിലാണ് ഉള്ളത് അല്ലെ? ഞാൻ സാധക ലെവലിലാണ്. ഞാൻ അംബിക മാതാജിയൊക്കെ ആ, ഉയർന്ന ലെവലിൽ എത്തിക്കാണും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും സാധക പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലെവലിലാണ്. അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രഭുനെ ഒരുപാട് താണതേരാ, ഞാൻ ഒന്നും ആയിട്ടില്ല. എനിക്ക് തന്നെ അറിയാൻ വയ്യ എന്തോ ഒന്നും ആയിട്ടില്ല. മാതാജി ഞാൻ എല്ലാത്തിനും ഭക്തിശാസ്ത്രിയൊക്കെ മാത്രമേ ഉള്ളൂ. പഠിക്കുന്നതല്ലേ മാതാജി? എന്തായാലും മാതാജി പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഉം. അപ്പൊ അങ്ങനെ ഉം. അങ്ങനെ മാതാജി നമ്മളെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഉം. നമ്മൾ നല്ല കഠിന പരിശ്രമം തന്നെ ചെയ്തു. ഈ അതെ. പരീക്ഷണങ്ങളൊക്കെ തന്നെ വന്നും പോയിക്കൊണ്ടേ ഇരിക്കുമെങ്കിലും നമ്മൾ ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ആ ഒരു കരുത്ത് നമ്മൾ നേടിയിരിക്കണം നമ്മൾ മനസ്സുകൊണ്ട്. നമ്മൾ എന്താണ് ഈ അവരെ ഇവരൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ദുസ്സംഗങ്ങൾ കൊണ്ടാണ് നമുക്ക് പലതും പറ്റുന്നത്. പലരുടെ ഇടയ്ക്കിൽ നമ്മൾ ഉപദേശം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തേടി പോകുമ്പോഴാണ് ചില വാട്സപ്പ് സന്ദേശങ്ങള്, ചില യൂട്യൂബ് വീഡിയോസുകള്, ചിലപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്കിനും ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ സംശയം അയച്ചു, ഒരു മാതാജി, ആരാ ഞാൻ പേര് പറയുന്നില്ല. അവരെന്നോട് ചോദിച്ചു, അവരുടെ അവിടെ വീണ്ടും നമ്മളിത് ഒരുപാട് തവണ പറഞ്ഞതാണ്. സപ്താഹം ഉം. വായിക്കാൻ വന്ന ഒരാള് പറഞ്ഞു, ഒരിക്കലും കൃഷ്ണന്റെ വിഗ്രഹം വീട്ടിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓടക്കുഴലുണ്ടെങ്കിൽ ആ ഓടക്കുഴല് എടുത്തു കളയണം. കാര്യം കൃഷ്ണൻ വന്നിട്ട് എന്താണ് നമ്മളുടെ ഐശ്വര്യങ്ങളെല്ലാം അതേപോലെ ഊതി അങ്ങ് എടുത്ത് കളയുന്നു. അപ്പം നമ്മളിത് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം അതെ. കൃഷ്ണൻ വിഗ്രഹം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വിഗ്രഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉറയ്ക്കും അല്ലെ? ഉം. മറ്റുള്ള വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആരാധിച്ചാൽ ദേവി വിഗ്രഹമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ പക്ഷെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു സാന്നിധ്യം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ഭഗവാനെ നമ്മൾ സമീപിക്കുന്ന മറ്റുള്ള ഭാവങ്ങളും മറ്റുള്ളവരെ ഭയഭക്തിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ദേവിയെ നമ്മൾ കൂട്ടുകാരത്തിയായിട്ടോ നമ്മൾ ഭഗവാനെ ചെയ്യുന്ന പോലത്തെ ആ ഒരു സേവയല്ല ദേവിയായിട്ടും മഹാദേവനുമായിട്ടൊക്കെ ഉള്ള ദേവീദേവന്മാരുമായിട്ടുള്ള നമ്മളുടെ ഇരിപ്പുവശവും ഭാവവും എല്ലാം വേറെയാണ്. അപ്പൊ എന്ത് ചെയ്യും? അവരവിടെ ഉറക്കി. പക്ഷെ കൃഷ്ണനുമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഹൃദയ കൈമാറ്റമാണ്. നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു പ്രോസസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് ആ പിന്നെ നമ്മളുടെ ഈ ഐശ്വര്യങ്ങൾ മുഴുവനും ഭഗവാന്റെ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലേലും അതൊക്കെ അതിങ്ങനെ നമ്മൾ കർമ്മഫലത്തിനനുസരിച്ച് അത് വന്നും പോയിക്കൊണ്ടിരിക്കും. ഭഗവാന്റെ ഒരു വിഗ്രഹം വെച്ചെന്ന് വെച്ചിട്ട് ഭഗവാൻ അതെല്ലാം അങ്ങോട്ട് ഊതി ഐശ്വര്യങ്ങളെ അങ്ങ് മുഴുവൻ അങ്ങ് ഊതി കളയുകയൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ എത്ര പേര് വീട്ടിൽ കൃഷ്ണ വിഗ്രഹം ഉണ്ട്? എത്ര പേരുടെ ഐശ്വര്യങ്ങൾ ഊതി കളഞ്ഞു ഭഗവാൻ? എനിക്കുണ്ട്. ഓടക്കുഴൽ എടുത്തു കളഞ്ഞത് കൊണ്ട് എടുത്തു കളഞ്ഞിട്ട് വെച്ച് നോക്കി ഐശ്വര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ആ വീട് പടികേറി വരുമോ? ഇല്ല. ഓടക്കുഴൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇല്ല, നമ്മൾ അനുഭവിക്കാനുള്ള കർമ്മങ്ങളൊക്കെ തന്നെ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി അനുഭവിച്ച്. തന്നെ വരും. അതെ. അപ്പം നമ്മൾ അത് വെച്ചുകൊണ്ട് അതാണ് ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ അതാണ് വേദവാക്യം എന്ന് എടുത്ത് നമ്മൾ ഈ അതിന്റെ പുറകെ പോകുമ്പോഴാണ്. അതുപോലെ തന്നെ ഇന്ന സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഒരു പൂജാരിയെ കാണുക അല്ലെങ്കിൽ മന്ത്രവാദിയെ കാണുക, അവര് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രശ്നം ഉണ്ടാകും. ഇനി കൃഷ്ണഭക്തിക്ക് പകരം ഇനി ദേവി ഭക്തി തുടരുക. കൃഷ്ണനെ ഭജിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു മെസ്സേജ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. കൃഷ്ണാബോധത്തിൽ കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത് 8 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾ പറയാണ്, എന്നോട് പറയാണ്, പ്രഭു ഇനി കൃഷ്ണഭക്തി ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ ഇന്ന സ്ഥലത്തൊരു ദേവീ ക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രഭുവിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് ഇട്ടിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് വെച്ച് ഞാൻ ചോദിച്ചു, പ്രഭുവിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട്? കൃഷ്ണഭക്തിയിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് എന്ത് വ്യത്യാസമുണ്ട് പ്രഭുവിന്? എന്തൊക്കെ വ്യത്യാസം ഉണ്ടായതെന്ന് പറയാമോ? പ്രഭുവിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുക, ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ അതിന് ഉത്തരയില്ല. ഓക്കെ, ഇത്രയും നാളും കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്തിട്ട് പ്രഭു പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. പ്രഭു ആ ചെയ്തതിന്റെ ആ ഒരു എന്തൊക്കെ ചെയ്തു എന്നൊന്ന് എന്നോടൊന്ന് എണ്ണി പറയാമോ എന്ന് ചോദിച്ചു. ഇത്രയും കാലം ഭഗവാനുമായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു കാര്യം ചെയ്തതായിട്ട് പറയാനും ഇല്ല. വെറുതെ കൃഷ്ണഭക്തി എന്ന് പറഞ്ഞ ഒരു ലേബലും ഒട്ടിച്ച് നടന്നിട്ട് നമ്മൾ തോന്നിവാസം എല്ലാം നടന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴത്തേക്കിനും ഇത് ഭഗവാൻ കാരനാണ് വന്നത്, അതുകൊണ്ട് ഇനി അടുത്ത് ഞാൻ ദേവിയെ പിടിക്കുകയാണ്, ദേവി എനിക്കതെല്ലാം ദേവി ആരുടെ അടുക്കൽ നിന്ന് മേടിച്ചു തരുന്നത്?
ഭഗവാൻ അടുക്കൽ നിന്ന് തന്നെയാ മേടിച്ചു തരുന്നത് അല്ലേ വരദാനം. ദേവിക്ക് തന്നെത്താനെ കൊടുക്കാനായിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം ഭഗവാന്റെ അടുക്കൽ നിന്ന് തന്നെയാണ് ദേവി മേടിച്ചു തരുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് പക്ഷെ ദേവി ക്ഷിപ്രപ്രസാദിനിയാണ്, അത് നമുക്ക് വ്യക്തമാണ്. ദേവിയോടും മഹാദേവനോടും ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ക്ഷിപ്രപ്രസാദിയാണ്. പക്ഷെ അത് വളരെ താൽക്കാലികമാണ്, ക്ഷണികമാണ് അല്ലെ. കാര്യം അവരും താൽക്കാലികമായതുകൊണ്ട് അവര് തരുന്ന വരദാനങ്ങളും താൽക്കാലികമാണ്. പക്ഷെ ഭഗവാൻ ഒന്ന് പ്രസാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും എല്ലാം വളരെ ശാശ്വതങ്ങളാണ്. കാര്യം ഭഗവാൻ ശാശ്വതനാണ്, പൂർണ്ണനാണ്. കാര്യം ഇനി അടുത്ത ശ്ലോകം 20 തെക്വാ त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रया कर्मण्यभिप्रवृत्तोऽपि नैव किञ्चित् करोति साम्। त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रया कर्मण्यभिप्रवृत्तोऽपि नैव किञ्चित् करोति सा। त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रया कर्मण्यभिप्रवृत्तोऽपि नैव किञ्चित् करोति सा। हरे कृष्ण सबिता माताजी। हरे कृष्ण। त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रया कर्मण्याभिप्रवृत्तोऽपि नैव किञ्चित् करोति सा। हरे कृष्ण। हरे कृष्ण सुजना माताजी। हरे कृष्ण। त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रयः कर्मण्यपि प्रवृत्तोऽपि नैव किञ्चित् करोति सा। हरे कृष्ण। ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. കറണ്ടൊക്കെ വന്നെന്ന് തോന്നുന്നല്ലേ? കാണുന്നില്ല മാതാജിയെ. നമുക്ക് പത്മ മാതാജി. ഹരേ കൃഷ്ണ. त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रय कर्मण्यभिप्रवृत्तोऽपि नैव किञ्चित् करोति सा। हरे कृष्ण. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപത ധർമ്മ കർമ്മഫലാസംഗം കർമ്മഫലാസക്തിയെ ത്യജിച്ചിട്ട് നിത്യതൃപ്തനും നിരാശ്രയനുമായ സ അവൻ കർമ്മണി കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും കിഞ്ചിത് യാതൊന്നും ന കരോതിയേവ ചെയ്യുന്നില്ല തന്നെ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻഗിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് ജയ ശ്രീലപ്രഭാത്. തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായ സ്വതന്ത്രനുമായിരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മഫലങ്ങളിലും ഏർപ്പെടുന്നെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഭാവാർത്ഥം രാധിക മാതാജി. हरे कृष्ण। भावार्थम by श्रीला प्रभुपाद की जय। സർവപ്രവർത്തനവും കൃഷ്ണാഭാവത്തോടെ കൃഷ്ണന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനം ലഭിക്കൂ. ആ നിലയിൽ ഭക്തൻ പരിശുദ്ധമായ ഭഗവത് പ്രേമത്തോടെ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് കർമ്മത്തിന്റെ ഫലങ്ങളിൽ ആസക്തനല്ല. തന്റെ നിലനിൽപ്പ് പോലും അയാൾക്ക് പ്രശ്നമല്ല. അതെല്ലാം കൃഷ്ണന് അധീനമാണ്. ഏതെങ്കിലും ഒന്ന് നേടാനോ കൈവശമുള്ളത് സൂക്ഷിക്കാനോ അയാൾക്ക് വെമ്പലില്ല. തന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ തന്റെ കർത്തവ്യം നിർവഹിക്കും. ശേഷം കൃഷ്ണന്റെ അഭീഷ്ടത്തിനു വിടും. അങ്ങനെ അനാസക്തനായ ഒരാളെ കർമ്മത്തിന്റെ ഫലങ്ങൾ നല്ലതായാലും ചീത്തതായാലും ഒരിക്കലും ബാധിക്കില്ല. അയാൾ കർമ്മവിമുക്തനാണെന്ന് തന്നെ പറയാം. അകർമ്മം അഥവാ ഫലോന്മുഖമാകാത്ത പ്രവർത്തനം എന്നതിന്റെ ലക്ഷണമാണിത്. കൃഷ്ണബോധപൂർവമല്ലാതെ ചെയ്യപ്പെടുന്ന മറ്റു കർമ്മങ്ങൾ കർത്താവിനെ ബന്ധിക്കുന്നവയാണ്. മുൻപറഞ്ഞ വികർമ്മത്തിന്റെ സ്വഭാവമാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ മുമ്പേ കണ്ട ആ ശ്ലോകത്തെ തന്നെ വേറൊരു രീതിയിൽ ഭഗവാൻ ഇതിനെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് അല്ലെ. തിരിച്ചും മറിച്ചും അതിൻ്റെ അകത്ത് പൊഴുതുകളൊക്കെ അടച്ചിട്ടുള്ള ഒരു പറച്ചിലാണെന്ന് നമുക്ക് വേണേൽ പറയാം. നേരത്തെ കണ്ട 19ാമത്തെ ശ്ലോകം തന്നെ ഇന്ന് തിരിച്ചു മറിച്ച് പറയുന്നു ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ. നമ്മളിപ്പോ കുറച്ച് സമയമായിട്ട് കേട്ടോണ്ടിരിക്കുക അല്ലെ, ഫലാസക്തി. അത് തന്നെ സദാ സംതൃപ്തനായും. അപ്പൊ എങ്ങനെ സദാ സംതൃപ്തനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും? നമ്മളൊരു ദാനം ചെയ്തു, അല്ലെങ്കിൽ ഒരു തപസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു യജ്ഞം ചെയ്തു. നമ്മൾ അതിന്റെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് എങ്ങനെ സംതൃപ്തനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും? ജ്ഞാനാംബിക മാതാജി ഇപ്പം 1 കോടി രൂപ ചെലവിൽ അതിചന്ദ്ര പ്രഭു ചെയ്ത ആ ഒരു ഉദ്യമത്തിൽ ജ്ഞാനാംബിക മാതാജി അത്യാവശ്യം ഒരു സംഭാവന കൊടുത്തു. അപ്പൊ മാതാജി അത് കൊടുത്തു. മാതാജി കൊടുത്തെന്താണ്? കൊടുത്തിട്ട് മാതാജി മനസ്സിന്റെ ഉള്ളിൽ മാതാജി പുറത്ത് അങ്ങനെ നമ്മളോട് പറഞ്ഞില്ല എങ്കിലും ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ മാതാജിയുടെ
ഏതോ ഒരു കോണിൽ ഇങ്ങനെ ഒരു വിചാരം കിടക്കാണ്, അതിചന്ദ്ര പ്രഭു എന്നോടൊരു താങ്ക്സ് പറഞ്ഞില്ലല്ലോ, ഞാൻ ഇത്രയും വലിയൊരു തുക കൊടുത്തിട്ട് അതിചന്ദ്ര പ്രഭു എന്നോടൊരു താങ്ക്സ് പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് മാതാജി വേറൊരു കാര്യം കൂടെ ആഗ്രഹിച്ചു. ആ ഈ ടെമ്പിളിന്റെ ഇതിലില്ലേ എന്നാ ഗ്രൂപ്പില് ജ്ഞാനാംബിക മാതാജി വലിയൊരു സംഭാവന തന്നു. മാതാജിക്കും കുടുംബത്തിനും എല്ലാവിധ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് വരാനും മാതാജി ആഗ്രഹിച്ചു. ഇത് രണ്ടും പ്രഭു ചെയ്തില്ല. പ്രഭു തിരക്കായിരുന്നു, പ്രഭു ചെയ്തില്ല. അപ്പം എന്ത് ചെയ്തു? പിന്നീട് പ്രഭുവിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? മാതാജിക്ക് ആദ്യം കാണുന്ന ഈ പ്രഭുവിന് ഒരു നന്ദി പറയാൻ പോലും അറിയില്ലല്ലോ അല്ലെ. ഇനി എന്റെ അടുത്തേക്ക് പിരിവ് ചോദിച്ചിട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി എന്നോട് ചോദിക്കില്ല, അടുത്ത സ്റ്റേജ് അമ്പലം പണിയുണ്ടല്ലോ. അപ്പൊ ഇനി പിരിവ് ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിലേക്കാണ് എങ്കിൽ നമുക്ക് എവിടെ സംതൃപ്തി ഉണ്ടാകും? നമ്മൾ എന്താണ് ഭഗവാന് തൃപ്തനായി ഭഗവാന്റെ ഒരു അമ്പലമൊക്കെ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ, ഞാനിത് ഉദാഹരണം പറയുന്ന മാതാജി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എളുപ്പം മനസ്സിലാകാനുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞ കേട്ടോ. അതെനിക്കറിയാം പ്രഭു. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് സംതൃപ്തി ആകാനായിട്ട് പറ്റും? ഇപ്പൊ മാതാജിയുടെ അവബോധത്തെയും മാതാജി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധനയും എല്ലാം ഇത് ബാധിക്കും. ഓരോ സമയത്തും എന്താണ് അതിചന്ദ്ര പ്രഭു എനിക്ക് എന്നാലും ആ പ്രഭു അങ്ങനെ ചെയ്തല്ലോ, എന്നാലും ആ പ്രഭു ഇന്നലെ എന്നെ കണ്ടതാ, ഇന്നലെ എന്നെ വിളിച്ചതാണ്, എന്നിട്ട് ഞാൻ അത്രയും തുക കൊടുത്തിട്ട് പ്രഭു ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ആ ഒരു വിചാരവും ചിന്തയും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ സാധനയെല്ലാം ബാധിക്കും. അതായത് ഇനി ഞാൻ എന്റെ മക്കളോട് പറഞ്ഞേക്കാൻ പോകും, ഇനി ഒരു 10 പൈസ എന്തായാലും നമ്മൾ കൃഷ്ണാബോധക്കാർക്ക് കൊടുക്കത്തില്ല, അവർക്കൊരു നന്ദിയൊന്നും ഇല്ലെന്നേ, ഒരു ഇതുമില്ല എന്ന് അടുത്ത രീതിയിൽ മാതാജി പ്രവർത്തനം തുടങ്ങിക്കഴിയും. ഇതിന്റെ അടുത്ത പടി എന്ന് പറഞ്ഞ എന്താണ്? ഇനി അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിരിവില്ല. അപ്പം നമുക്ക് സദാ സംതൃപ്തനായിട്ടിരിക്കാനായിട്ട് സാധിക്കുവോ? ഇല്ല. അപ്പൊ എന്താണ് സ്വതന്ത്രാവസ്ഥ എന്ന് പറഞ്ഞൊരു സ്വതന്ത്രാവസ്ഥയിൽ എങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും? സംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ സ്വതന്ത്രമാണ് അല്ലെ. സംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അല്ല എങ്കിൽ നമ്മൾ എന്താണ് ഈ മനസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കെട്ടി വലിച്ച് എന്താണ് നമ്മൾ ഈ ചെയ്ത അത് യജ്ഞമാണെങ്കിലും ദാനമാണെങ്കിലും. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. രതിദേവി മാതാജി എന്ത് ചെയ്തു? മാതാജി അവിടെ പരിസരങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ജപിപ്പിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, എന്തോ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഈ ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ മറ്റുള്ള എന്തും ദാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഭഗവാനെ ദാനം ചെയ്യൽ, ഭഗവാന്റെ ഹരിനാമം ദാനം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ. ഒരാളെ കൊണ്ട് ഹരിനാമം നമ്മൾ ജപിപ്പിക്കുകയാണെങ്കിൽ അത്രയും വലിയ നാമദാനം എന്ന് പറയുന്ന അതിനേക്കാളും വലിയൊരു ദാനം ഇല്ല. അതായത് നമ്മള് ഒരാളെ കൊണ്ട് ജപിപ്പിച്ചിട്ട് അയാളെ കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഉദ്യമമാണ്. എന്നെ കൊണ്ട് ആരെ ഇതുവരെ കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവരാണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലേ. നമുക്കറിയാം ജഗത്സാക്ഷി പ്രഭു ഒക്കെ, അദ്ദേഹം ഒരൊറ്റ പ്രാവശ്യം ഇതിൽ ടൂറിന് പോയാൽ മതി, എത്ര പേരെയാണ് കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. എത്ര പേരാണ് അത് കഴിഞ്ഞിട്ട് നാമം ജപിച്ചു തുടങ്ങുന്നതും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാൻ തുടങ്ങുന്നതും വീഡിയോ കാണുന്നതും ക്ലാസ്സിൽ വരുന്നതും ഒക്കെ അല്ലെ. അപ്പം അങ്ങനെ ചെയ്യുക, ആ ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് അല്ലെ. അപ്പം ഇതിന് പകരം മാതാജി ഇങ്ങനെ വിചാരിക്കുകയാണ്, രതിദേവി മാതാജി, അതായത് കണ്ടില്ല ഞാന് കഷ്ടപ്പെട്ടിട്ട് കണ്ട ഇത്രയും പേരെ, ഇവിടെയുള്ള എത്ര പേര് പെണ്ണുങ്ങള് ഇതേ കുറ്റം പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ഒരാളെ കൊണ്ട് പറ്റിയോ ഇത്രയും പേരെ വിളിച്ച് ജപിപ്പിക്കാനും നാമം ജപിക്കാനും ഭാഗവതം വായിക്കാനും ഒക്കെ പറ്റിയോ? ജ്ഞാനപ്പാനെ അല്ലെങ്കിൽ ഇതെന്നാ പറയാ നാരായണിയൊക്കെ വായിക്കാനും ആരെ കൊണ്ടെങ്കിലും പറ്റിയോ? ഇത് ഞാൻ ഒറ്റ ഒരാള് ശ്രമിച്ച കൊണ്ടാണ് എന്ന് വിചാരിച്ച് ആ നാമം ദാനം ചെയ്ത് ആ ഒരു സംഭവത്തിന്റെ ഫലം എല്ലാം പോകും. അപ്പൊ മാതാജിക്ക് എന്ത് ചെയ്യും? മാതാജി എന്ത് ചെയ്യും? മറ്റൊരു ആൾക്കാരോട് ഒരു ഈർഷ്യ തോന്നുകയും മറ്റുള്ള ആൾക്കാരോട് ഒരു അവജ്ഞ തോന്നുകയും ഇങ്ങനെയൊക്കെയുള്ള ഈ ഭാവത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും സ്വതന്ത്രമായിട്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് എടുക്കാതെ ഈ കർമ്മഫലങ്ങളിലൊന്നും ആസക്തി ഇല്ലാതെ നമ്മൾ ഇരിക്കുവാണെന്ന് നമ്മൾ സദാ സംതൃപ്തനായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ രണ്ട് ഉദാഹരണം ജ്ഞാനാംബിക മാതാജി രതിദേവി മാതാജിനെ ഉദാഹരണം ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഒരിക്കലും സ്വതന്ത്രനാകാൻ പറ്റില്ല. ഇതേപോലെ ഉള്ള കാര്യം ചെയ്ത കാര്യമോ വളരെ നല്ല കാര്യമാണ്.
എത്ര പേര് ആ പരിസരങ്ങളിൽ കുറ്റവും പറഞ്ഞ് കുറേം പറഞ്ഞ് നടപ്പുണ്ടല്ലേ? അവരാരും ചെയ്യാത്ത കാര്യമാണ് ചെയ്തത്. ഇത്രയും പേരെ വിളിച്ചിട്ട് അവർക്കൊരു ക്ലാസ് കൊടുക്കാനും, അല്ലെങ്കിൽ അവരെ എല്ലാ ബുധനാഴ്ചകളിലും വിളിച്ചു വരുത്തി അവർക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ പരസ്പരം ഈ നമ്മളുടെ ഭഗവത്ഗീതയോ ഭാഗവതം ഒക്കെ വായിക്കാൻ പറ്റുക വലിയ കാര്യമാണ്, ചെയ്ത വലിയ കാര്യമാണ്. പക്ഷെ എന്താണ് എക്സ്പെക്ട് ചെയ്തതോ സംതിങ് എൽസ്. അപ്പൊ എന്ത് ചെയ്തു? അവിടുത്തെ സമാധാനം പോയി. അത് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഞാനൊരു ക്രെഡിറ്റ് ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം, അല്ലെങ്കിൽ 10 പേര് നന്നായിട്ട് തന്നെ പുകഴ്ത്തി പറയുക. ഇത് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള ഘട്ടം എത്തി കഴിയുമ്പോൾ എന്താണ്, ഉറക്കം വരാത്ത രാത്രികളായി മാറും പിന്നീടുള്ള സമയങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് സദാ സ്വതന്ത്രനായിരിക്കുന്ന പറ്റുന്ന എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുണ്ടെങ്കിലും, അപ്പം ഇങ്ങനെയുള്ള ഈ കർമ്മഫലങ്ങളിലെ ഈ എക്സ്പെക്ടേഷൻ, മറ്റുള്ളവര് നമ്മളെ പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ള ആ സംതൃപ്തി എല്ലാം വെടിഞ്ഞ ആള്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ എന്താണ്? അതെല്ലാം ഹോമിച്ച ആളെ ആണ് പറഞ്ഞത് അല്ലെ? ഈ ശ്ലോകത്തിൽ എന്താണ്? ഇതെല്ലാം വെടിഞ്ഞ ആളെ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുണ്ടെങ്കിലും എന്താണ്, കാമ്യകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതൊന്ന് തിരിച്ചു പറഞ്ഞു. ഇവർ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അല്ലെ? എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് വീട്ടിൽ രാവിലെ എണീറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മക്കളെ, കൊച്ചുമക്കളെ എല്ലാം അവരുടെ പരിപാലനം ചെയ്യുന്നുണ്ട്. അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ അവരുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ പൊതുവിൽ സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാമ്യകർമ്മങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. ഈ കാമ്യകർമ്മങ്ങൾ ചെയ്താൽ എന്താണ്, നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു ഗൃഹസ്ഥ എന്ന നിലയിൽ നമുക്ക് വീട്ടിൽ എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഫലങ്ങളിൽ ഇച്ഛിക്കാത്ത സ്ഥിതിക്ക് ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഫലാസക്തിയിൽ ഒട്ടുന്നില്ല. ഒട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് സദാ സ്വതന്ത്രനായിട്ടും സംതൃപ്തനായിട്ടും ഇരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 21. നിരാശീർയത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീർയത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീർയത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 4, ശ്ലോകം 21. നിരാശീർ എത്ത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിരാശീര്യത ചിത്താത്മാ തെക്താ സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. നിരാശീര്യത ചിത്താത്മാ തെക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതന്റെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. നിരാശി, നിഷ്കാമനായി, യഥചിത്താത്മ മനോബുദ്ധികളെ അടക്കിയവനായി, രക്ത സർവ പരിഗ്രഹ സകല ഉടമസ്ഥാബോധവും ത്യജിച്ചവനായി, ശാരീരം കേവലം ആത്മാവിനെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മത്തെ കുർവൻ അനുഷ്ഠിക്കുന്നതോടെ കിൽബിഷം പാപഫലങ്ങളെ ന ആപ്നോതി ഒരാൾ പ്രാപിക്കുന്നില്ല. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായി നിയന്ത്രിച്ചും തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ വീണ്ടും വ്യക്തമാക്കുകയാണ് അല്ലെ? മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക. നമുക്ക് മനസ്സിനെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന്
വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുക. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഞാനാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു ഭാവം, ഉടമസ്ഥാവന്റെ പ്രൊപ്രൈറ്റർഷിപ്പ്, ഞാനാണ് അല്ലെ, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുക. ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടും. ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ, നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കഥ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അതിന്റെ ഭാവാർത്ഥം വായിച്ച്, ലലിതേ മാതാജി ഭാവാർത്ഥം വായിച്ച്. ഹരേ കൃഷ്ണ. ഹരേ ശ്രീലപ്രഭുപാദർ ഭാവാർത്ഥം. കൃഷ്ണാവബോധമുള്ളവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അത് പ്രതീക്ഷിക്കുകയില്ല. അവന്റെ മനസ്സും ബുദ്ധിയും പൂർണ്ണമായും നിയന്ത്രിതങ്ങളാണ്. ഭഗവാന്റെ വിഭിന്ന അംശമാണ് താനെന്ന് അയാൾക്കറിയാം. ഭഗവാന്റെ വിഭിന്ന അംശമാകയാൽ ഭഗവത് അംശമെന്ന നിലയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്റേതല്ലെന്നും പരമപുരുഷൻ തന്നിലൂടെ ചെയ്യുന്നതാണെന്നും അയാൾക്കറിയാം. കൈ അനങ്ങുന്നത് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ശരീരത്തിന്റെ മുഴുവൻ പ്രേരണയുണ്ട് ആ ചലനത്തിന് പിന്നിൽ. കൃഷ്ണാവബോധമുള്ള മനുഷ്യനെ നയിക്കുന്നത് ഭഗവാന്റെ ഇംഗിതമാണ്. അയാൾക്ക് സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്കായി അഭീഷ്ടങ്ങളൊന്നുമില്ല. യന്ത്രഭാഗം പോലെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. യന്ത്രത്തിന്റെ ഭാഗങ്ങളെ അവയുടെ നിലനിൽപ്പിന് വേണ്ടി മെഴുക്കിടുകയും ശുചീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ദിവ്യപ്രേമഭരിതമായ ഭഗവത് സേവനത്തിന് ഉതകത്തക്ക വിധം സ്വശരീരത്തെ പുലർത്തുവാൻ വേണ്ടി മാത്രം കൃഷ്ണാവബോധവാനായ ഭക്തൻ പ്രവൃത്തികൾ നിറവേറ്റുന്നു. അവയുടെ പ്രതികരണങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. ഒരു മൃഗത്തിനെന്ന പോലെ അയാൾക്കും സ്വന്തം ശരീരത്തിന്മേലും ആധിപത്യമില്ല. ക്രൂരനായ ഒരു ഉടമസ്ഥൻ തന്റേതായ മൃഗത്തെ ചിലപ്പോൾ കൊല്ലുന്നുവെങ്കിൽ കൂടി ആ മൃഗം എതിർത്ത് നിൽക്കാറില്ലല്ലോ. അതിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ആത്മസാക്ഷാത്കാര ശ്രമത്തിന്റെ സദാ മുഴുകിയിരിക്കുന്ന ഒരു കൃഷ്ണഭക്തന് ഏതെങ്കിലും ഒരു ഭൗതിക പദാർത്ഥത്തിന്റെ ഉടമയെന്ന് വരുത്തിക്കൂട്ടാൻ സമയം നന്നേ കുറയും. ശരീരത്തെയും ജീവനെയും നിലനിർത്താൻ വേണ്ടുന്ന ധനം സംഭരിക്കാനായി കുതന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യവും അയാൾക്കില്ല. അതുകൊണ്ട് അത്തരം ഭൗതിക പാപങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. അവൻ തന്റെ എല്ലാ കർമ്മങ്ങളുടെയും പ്രതികരണത്തിൽ നിന്നും മുക്തനാണ്. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ നമ്മൾ കണ്ടത് മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് അതിന്റെ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സ്, ബുദ്ധി. എന്താണ് മനസ്സും ബുദ്ധിയും? മനസ്സ് നമുക്ക് കാണാനുണ്ട്. മനസ്സ് എവിടെയാണ് ഇരിപ്പിടം? ഹൃദയത്തിനകത്താണോ തലച്ചോറിന്റെ അകത്താണോ? ഇതൊന്നും നമ്മളുടെ അറിയത്തില്ല അല്ലേ. അപ്പം ഈ നമ്മള് ചിലര് എന്റെ മനസ്സിന് ഇങ്ങനെ പറയും, ചിലര് മനസ്സ് ഇവിടെ തലച്ചോറിലാണ്, മനസ്സ് ചിന്തിക്കുന്നത് അവിടെയാണ്. പക്ഷെ ഈ മനസ്സ് ഏതിന്റെ ഭാവമാണ്? നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള ശരീരങ്ങളുണ്ടല്ലേ. ഏതൊക്കെ ശരീരങ്ങളാണുള്ളത്? ഒന്ന് സൂക്ഷ്മ ശരീരം, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരം. സ്ഥൂല ശരീരം. സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂല ശരീരം ഏതാണെന്ന് തൊട്ട് കാണിക്കാമോ? ഇതാണ് നമ്മുടെ സ്ഥൂല ശരീരം അല്ലെ. അത് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടിയ ഈ ശരീരം, അതായത് സ്ഥൂല ശരീരം, നശിക്കുന്ന ശരീരമാണ് അല്ലെ. അതെ. ഇനി സൂക്ഷ്മ ശരീരം തൊട്ട് കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം അതെന്താ? സൂക്ഷ്മമാണ് അല്ലെ. അത് സൂക്ഷ്മമാണ് അല്ലെ. മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം. ഈ മൂന്ന് കാര്യങ്ങള് നമ്മളുടെ അവബോധം അല്ലെങ്കിൽ പ്രജ്ഞ അല്ലെങ്കിൽ നമ്മളുടെ ഈ ജീവവായു അതിനെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പഞ്ചപ്രാണന്റെ കൂടെ പുറത്തേക്ക് പോവാണ് അല്ലെ. ആ കൂടെ ഇത് അതേപടി പോകുന്നു ഈ കാര്യങ്ങളിലൂടെ കൂടി. അപ്പൊ ഇത് നമ്മളൊരു എന്താണ് ഒരു മായയാണ് അല്ലെ. ഇത് എവിടെ ഇരിക്കുന്നു എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അല്ലെ. ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മളൊരു സ്ക്രീനിൽ കാണുന്ന പോലെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ണടച്ച് നോക്കി നമുക്ക് മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണാം അല്ലെ. എത്ര വീഡിയോസ് കാണാം നമുക്ക്. ഈ മനസ്സുകൊണ്ട് അമേരിക്കയിൽ സഞ്ചരിക്കാം, ഉഗാണ്ടയിൽ പോകാം, അവിടെ പോകാം, അന്റാർട്ടിക്കയിൽ പോകാം, ഈ ഉപരി ലോകങ്ങളിൽ പോകാം, വൈകുണ്ഠത്തിൽ പോകാം, ഗോലോകത്തിൽ പോകാം, എല്ലായിടത്തും പോയിട്ട് നമുക്ക് വരാം മനസ്സുകൊണ്ട് അല്ലെ. അതാണ് ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത. എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരം വേണേലും മനസ്സിന് നിന്ന നിപ്പിൽ പോയിട്ട് വരാം ഒരു സെക്കൻഡ് കൊണ്ട്. നമ്മളുടെ ഈ ഗോലോകത്തിൽ പോവാന്നൊക്കെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അടുത്തുള്ള യുഗങ്ങളിൽ പോലും എത്ര യുഗങ്ങൾ അല്ലെങ്കിൽ കുറെ യുഗങ്ങളിൽ കൂടെ നമ്മൾ ജനിച്ചു വന്നു കഴിഞ്ഞാലും
നമുക്ക് പോകുമെന്ന് പോലും അറിയാൻ വയ്യാത്ത അത് വേണമെങ്കിൽ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്ന് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ രാധാറാണിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടുത്തെ രാധേ രാധേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഗോലോകത്തിന്റെ വാതിലൊക്കെ തുറക്കും. നമ്മൾ അവിടെ പോയി രാധാറാണിക്കൊക്കെ സേവയൊക്കെ ചെയ്ത് എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും, അല്ലെ? മനസ്സുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമ്മളെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ബുദ്ധിയും മനസ്സും ഇതിൽ രണ്ടിൽ ഏതാണ് മികച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാര്യം ചില സമയത്ത് മനസ്സ് കൂടുതൽ പ്രബലമാകും, ബുദ്ധി താന്നു നിൽക്കും. ബുദ്ധി പ്രബലമാകും, മനസ്സ് താന്നു നിൽക്കും. ഇതിങ്ങനെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും, അല്ലെ? ഈ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ കുറച്ച് അവബോധവും അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ അതിൽ ഇടപെടുന്നുണ്ട് ബുദ്ധിയെ നിയന്ത്രിക്കാൻ. മനസാക്ഷി എന്ന് പറയുമ്പോൾ ആത്മാവ്, പരമാത്മാവ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ലെവലിലേക്ക് പോയി, അല്ലെ? അപ്പൊ നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിനേക്കാളും ഒരു കുറച്ചുകൂടെ ഭൗതികമാണെങ്കിലും കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന തലങ്ങളാണ് മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്. മനസ്സ്, ബുദ്ധി. അപ്പൊ ചിലപ്പോൾ മനസ്സിന് പ്രാബല്യം കൂടും, ബുദ്ധിക്ക് കൂടും. കാര്യം മനസ്സ് കൂടുതലും ഇന്ദ്രിയങ്ങളോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? മനസ്സ് കൂടുതൽ ഇന്ദ്രിയങ്ങള് ആണ് മനസ്സിന്റെ കവാടം. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് മനസ്സെല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്, അല്ലെ? നമ്മളത് ഏത് ശ്ലോകത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയ? അർക്കാനലാദി വെളിവൊക്കെ വിലസും ഒരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമാം. കണ്ണിന്റെ കണ്ണ് മനസ്സാകുന്നു. ആ മനസ്സിനും കണ്ണാകുന്ന പൊരുൾ എന്ന് പറയുന്നത് ആരാണ്? ആ ആത്മാവ്. ആ ആത്മാവിനെ കാണിക്കുന്ന ആരാണ്? പരമാത്മാവ്. ഇതിങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്, അല്ലെ? ഈ പുറമേ നിൽക്കുന്ന കണ്ണാണോ കാണുന്നത്? ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ കാണുന്നത്? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ ഇല്ലയോ? ഈ മുമ്പിൽ വരുന്ന കാഴ്ചകളല്ല, മറ്റു പല കാഴ്ചകളും കാണാനായിട്ട് പറ്റും, അല്ലെ? ഉൾക്കാഴ്ച എന്ന് പറയുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഈ കണ്ണ് തുറന്നിരുന്നാൽ നമ്മൾ കാണുമോ? ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുക, എന്റെ മുന്നിൽ കൂടെ 10 പ്രാവശ്യം മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, ഞാനത് കണ്ടേയില്ല. അവൻ വന്നതും പോയതൊന്നും ഞാൻ കണ്ടേയില്ല. അപ്പോൾ എന്താ സംഭവം? ഞാൻ കണ്ണ് തുറന്നാണ് ഇരുന്നത്, പക്ഷെ എന്തുകൊണ്ട് അവനെ കണ്ടില്ല? കാര്യം എന്റെ മനസ്സ് അവിടെ ഇല്ലായിരുന്നു, അല്ലെ? മനസ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കണ്ണ് തുറന്നിരുന്നിട്ടും കണ്ടില്ല. അപ്പൊ ആരാണ് കാണുന്നത്? അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ ശബ്ദം കേട്ടു. ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അല്ലെ? ഞാൻ അത് കേട്ടതായിട്ട് പോലും അറിഞ്ഞില്ല. അപ്പൊ ശബ്ദം ഇല്ലാതിരുന്നോ? ശബ്ദം ഉണ്ടായി എന്നുള്ളൊരു വാസ്തവമാണ്, അല്ലെ? പക്ഷെ ശബ്ദം എന്റെ ചെവിയിലും വന്നു, പക്ഷെ എന്റെ മനസ്സ് ഇവിടെ ഇല്ലായിരുന്നു. ഈ 2 ചെവിയിലും ഇല്ലായിരുന്നു. മനസ്സ് എന്താണ്? ഞാൻ പറയുന്നതിലായിരുന്നു ശ്രദ്ധ. അതുകൊണ്ട് ഇതുവഴി കയറിയ സാധനങ്ങള് അവിടെ തന്നെ ഇരുന്നു, ഉള്ളിലേക്ക് കയറിയില്ല. മനസ്സിലായല്ലേ? അപ്പൊ ഈ ചെവി, കണ്ണും ഇതെല്ലാം തുറന്നാണ് ഇരിക്കുന്നതെങ്കിലും നമ്മള് എന്താണ്? മനസ്സ് അങ്ങോട്ടേക്ക് അർപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു സംഭവങ്ങൾക്കൊന്നും ഒരു വിലയില്ല. കണ്ണ് തുറന്നിരുന്നിട്ടും കാര്യമില്ല, ചെവി തുറന്നിരുന്നിട്ടും കാര്യമില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സ് മിക്കവാറും നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് അനുസരിച്ചിട്ട് വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളോടൊരു ചായ്വ് വരും, അല്ലെ? പെട്ടെന്നൊരു കാഴ്ച കാണുമ്പോഴത്തേക്കും മനസ്സ് എന്ത് ചെയ്യും? പറയും, എനിക്ക് ആ ഒരു ഭക്ഷണത്തിന്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം എനിക്ക് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നും, അല്ലെ? നല്ല സ്മെല്ലടിച്ചു. അപ്പൊ മൂക്ക് പറയും എന്താണ്? നല്ല സുന്ദരമായ ഭക്ഷണം, നല്ല വറുത്തതും പൊരിച്ചതിനൊക്കെ സ്മെല്ല് വരുന്നു, എനിക്കിത് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നാക്കിക്കൂടെ വെള്ളം ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ആ ഭക്ഷണം കിട്ടി, നമ്മൾ ഇഷ്ടംപോലെ വലിച്ചു കയറ്റി അങ്ങോട്ടല്ലേ? നാക്കിന്റെ ആ ഒരു തൃപ്തി വരുന്നിടം വരെ കയറ്റി വയറെല്ലാം അങ്ങ് അമ്പിച്ചത് ഇങ്ങനെയായി, ഇര വിഴിഞ്ഞ മാതിരിയായി. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ആരാണ് ഉത്തരവാദി? മനസ്സാ. പക്ഷെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് എന്താണ്? നാക്കിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നീ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദഹിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സജ്ജമാകണ്ടേ? ഇത് ഇത്രയും ഓയിലും അതും ഇതും എല്ലാം ചേർത്ത സാധനം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദഹിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഈ വയറിനില്ല. അപ്പൊ അതുകൊണ്ട് ദിവസങ്ങൾ എടുക്കും. അതുകൊണ്ട് നിനക്ക് പിന്നീട് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, ഉദര രോഗങ്ങൾ വരും, അതുപോലെ തന്നെ കരള്, കിഡ്നി അതെല്ലാം തകരാറിലാകും എന്നൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് കേട്ടോ? മനസ്സ് കേൾക്കാതെ വരുമ്പോൾ എന്താണ്? ആപത്താണ് ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പം
ബുദ്ധി ഒന്നുകൂടെ കൂടിയ തലങ്ങളിലാണ്. അപ്പൊ ബുദ്ധി എപ്പം മനസ്സിനെ ജയിക്കുന്നു അവിടെയൊക്കെ തന്നെ മിക്കവാറും 99% എന്താണ് നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അല്ലെ? ഇനി മനസ്സ് പറയുന്നിടത്ത്, ബുദ്ധി കീഴടങ്ങുന്നിടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എപ്പോ മിക്കവാറും തന്നെ എന്താണ് വളരെ മോശം അനുഭവങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ബുദ്ധി പറഞ്ഞിട്ടും നടന്നില്ല. പിന്നെ നമ്മൾ ഒരാളെ വധിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന് വിചാരിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ്, അല്ലെ? ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു കയറൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുക. കാര്യം ഇനി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടു, ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല, എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തില്. ഞാൻ ഈ കണ്ട പരിശ്രമങ്ങളൊക്കെ നടത്തി, ഒരു വിജയം, ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു, എന്ത് നാണം കെട്ട് ഇനി ആൾക്കാരുടെ മുന്നിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇനി ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഒരു കയറൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കസേരയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഫാനയിലൊക്കെ കൊളുത്തിയിട്ട്. എന്നിട്ട് എന്ത് ഈ കസേര അങ്ങ് തട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു. അപ്പൊ ആ സമയത്തായിരിക്കും എന്താണ് മനസാക്ഷി എന്ന് പറയുന്ന ഒരാള്, ഭഗവാൻ തന്നെ ഇരിക്കുകയാണ്, അല്ലെ? അപ്പോൾ ആ മനസാക്ഷി എന്ന് പറയുന്ന ആള് കുറച്ച് ഗൈഡൻസ് അല്ലെങ്കിൽ കുറച്ച് ഈ സിഗ്നൽസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സിഗ്നൽസ് എന്താണ് ആ സിഗ്നൽസ് കൊടുക്കുന്നത്? നീ നിന്റെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ പറ്റി ആലോചിച്ചോ? അവർക്ക് കർമ്മം ചെയ്യാനായിട്ട് നീ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെന്താണ് പ്രേതാത്മാക്കളായിട്ട് ഇത് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. കർമ്മം ചെയ്യാനായിട്ട് പുത്രനില്ലാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ നീ എന്താണ് ഇത്ര വർഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ് സംഭവം? ഒരിക്കലും മോക്ഷം കിട്ടില്ല. വീണ്ടും വീണ്ടും ശരീരം പോലും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള് പറയുമ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ഈ പരമാത്മാവിന്റെ കൃപ കൊണ്ട് ഒരു ഫോൺ കോൾ എത്തി ചേർന്നു. അതെന്തായിരിക്കും? ദാ എനിക്കൊരു നല്ല ജോലി കിട്ടി എന്ന് പറയുന്നതായിരിക്കും. ആ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ദാ വന്ന് സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കൂ എന്ന് പറഞ്ഞിട്ട് കോളായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഈ പറയുന്ന മനസാക്ഷിയുടെ ആ പ്രതിപ്രവർത്തനത്തിന് വേണ്ടി കാത്തിരുന്നില്ലാൽ സംഭവം എന്തായിരിക്കും? നമ്മള് പ്രേതാത്മാവായിട്ട് കറങ്ങി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ വരും, അല്ലെ? ആ ഒരു ചെറിയ ഈ പറയുന്ന സിഗ്നലിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നില്ല എങ്കിൽ എന്താണ് നമ്മളുടെ ജീവിതം അവതാളത്തിലാകും. അപ്പം മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അർജുനൻ പോലും പറയുന്നുണ്ട്, അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാറ്റിനെ പിടിച്ചിരുത്താം, പക്ഷെ മനസ്സിനെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യങ്ങളിൽ അസാധ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിന്റെ ശാസ്ത്രമായ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിസ്സാരമായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റൂ എന്നുള്ള ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമ്പത്തിലോ നേട്ടത്തിലോ ഒന്നും തന്നെ നമ്മൾ ഉടമസ്ഥാവസ്ഥ, പ്രൊപ്രൈറ്റർഷിപ്പ്, ഞാനാണ് ഇത് ചെയ്തത്, ഞാനാണല്ലേ, ഞാനൊരു നല്ല ഭക്തനാണ്, എന്നെ കൊണ്ടേ ഇതൊക്കെ നടക്കുകയുള്ളൂ, ഞാൻ 1.5 ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ കുറെ പേരെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവന്നു, ഞാൻ കുറെ പേർക്ക് കുറെ സഹായങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് ഇപ്പൊ അവര് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഉടമസ്ഥാവകാശം നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുക. എന്താണ് നമ്മൾ വലിയ പേരിനും പ്രസിദ്ധിക്കോ പൊങ്ങച്ചത്തിനോ ഒന്നും പോവാതെ നമ്മളുടെ നിത്യനിദാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കർമ്മത്തിന്റെ പാപഫലങ്ങളൊന്നും നമ്മളെ ഏൽക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഈ കർമ്മം കൊണ്ടുള്ള പ്രതിപ്രവർത്തനങ്ങളെ നമുക്ക് ഏൽക്കേണ്ടി വരും. നമ്മളന്ന് ആ ഒരു 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 ഗോപാലൻ എന്ന് പറഞ്ഞ ആ ഒരു കർഷകന്റെ കഥ നമ്മൾ കേട്ടല്ലോ, അല്ലെ? അദ്ദേഹം എന്താണ് കൃഷിപ്പണിയായിട്ട് ഫുള്ള് ബിസിയാണ്, അല്ലെ? തിരക്കിലാണ്. അപ്പം 3 പ്രാവശ്യമേ ഒരു ദിവസത്തിൽ നാരായണനാമം ജപിക്കുന്നുള്ളൂ. ആ 3 പ്രാവശ്യവും എന്താണ് ഭഗവാനെ ഹൃദയത്തിലേറ്റിയാണ് വിളിക്കുന്നത്. പിന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും എന്താണ് സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെ? ഭഗവാനെ സമർപ്പിക്കും. നാരദ മുനിയേക്കാൾ ശ്രേഷ്ഠനായ ഭക്തൻ എന്ന് ഭഗവാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്യണം. അപ്പം അതില് ആ ഭഗവാനെ പൂർണ്ണമായിട്ട് അർപ്പിച്ചിട്ട് എന്താണ് ചെയ്യണം. ഭഗവാനെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നുള്ളതല്ല, ആ ഭഗവാനെ ആ വിളിച്ചതിന്റെ ഫ്രീക്വൻസി, അത് ചെല്ലേണ്ടതിന്റെ അടുത്തേക്ക് ചെല്ലണം, അല്ലെ? നമ്മൾ ഡയൽ ചെയ്യുന്ന റോങ് നമ്പറിൽ ഡയൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? റോങ് നമ്പറിൽ ഡയൽ ചെയ്ത് അതല്ലേ പ്രഭു അകർമ്മത്തിൽ കർമ്മം എന്ന് പറയുന്നത്? അതെ അതെ. അപ്പൊ നമ്മള് അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമ്മൾ റോങ് നമ്പറിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥാനത്ത് എത്തത്തില്ല. വിളിക്കേണ്ട ആളെ വിളിക്കേണ്ട പോലെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാള് കേട്ടിരിക്കും. നമ്മളൊരു ഫോൺ നമ്പര് മാതാജി എന്നെ വിളിക്കുന്നതിന് പകരം മാതാജി രതിദേവി മാതാജിയെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താവും? എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാതാജിക്ക് അതിന് ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പം
വിളിക്കേണ്ട ആളെ വിളിക്കേണ്ടതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കേണ്ട ആൾക്ക് തന്നെ കിട്ടിയിരിക്കും. അപ്പൊ അത് നമ്മളത് ആ കൃത്യമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് ആ ഒരു സമയം അയാൾ കണ്ടെത്തി. ഇത്രയും 24 അവേഴ്സിൽ ഈ 3 പ്രാവശ്യമെങ്കിൽ 3 പ്രാവശ്യം ആ വിളിക്കേണ്ട ആളെ വിളിക്കേണ്ടതുപോലെ വിളിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളിലേക്ക് ആ സന്ദേശം എത്തിക്കഴിഞ്ഞിരുന്നു. അല്ലെ, ആരുടെ അടുത്താണ് ഇത് എത്തേണ്ടത്? അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മള് എന്താണ് നമ്മൾ ഭാവാർത്ഥം നമ്മൾ വിശദമായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന എന്താണ് ഹരിനാമ കീർത്തനം എടുക്കാമെന്നല്ലേ പറഞ്ഞിരുന്നു അല്ലെ? ഇന്ന് തൊട്ട് നമ്മൾ ഹരിനാമ കീർത്തനം 2 ശ്ലോകമെങ്കിലും എടുത്തു പോകാമെന്നല്ലേ? ഞാൻ 5 മിനിറ്റേ ഉള്ളൂ, പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഹരിനാമ കീർത്തനം സമയമുള്ളവർ ഇരിക്കുക, അല്ലാത്തവർക്ക് എക്സിറ്റ് ആകാം. ഇപ്പൊ ഹരിനാമ കീർത്തനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെയാണ്. ഇപ്പൊ ഉള്ളവർ ബുക്കുകൾ ഉള്ളവരൊക്കെ എടുത്തു വെക്കുക. തുഞ്ചത്ത് രാമാനുജൻ, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? തുഞ്ചൻ പറമ്പ്. ഏകദേശം ഒരു 1000-600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചത്. മലയാള ഭാഷയുടെ പിതാവാണത് അല്ലെ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ? രാമാനുജൻ ആരാണ്? രാമന്റെ അനുജൻ ലക്ഷ്മണൻ അല്ലെ? രാമന്റെ അനുജൻ ആരാണ്? ലക്ഷ്മണൻ. ഈ ലക്ഷ്മണൻ ആരാണ്? അനന്തൻ അല്ലെ? ലക്ഷ്മണൻ അനന്തൻ. അപ്പം അനന്തൻ. ഏറ്റവും കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കുന്ന ആരാണ്? അനന്തൻ അല്ലെ? ഏത് സമയവും 2000 നാവുണ്ടല്ലേ? 1000 തലയും 2000 നാവുണ്ട്. ഒരു നാവ് തന്നെ സ്പ്ലിറ്റ് ആയിട്ട് രണ്ടായിട്ടായിരിക്കും അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് ആ അനന്തന്റെ ഒരു ശരിക്കും ഒരു അവതാരം പോലെയാണ് പറയുന്നത് ഈ രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ? നമുക്കറിയാം വേറെ രാമാനുജാചാര്യരും ഇതുപോലെ തന്നെ അനന്തനായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്, രാമാനുജാചാര്യര്. അതുപോലെ തന്നെ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹം എഴുതിയ ആ ഓരോ കൃതികൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് സാധാരണപ്പെട്ട ഒരു വ്യക്തി എഴുതിയതല്ല എന്ന്. ശരിക്കും മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ നമുക്ക് ഈ വാക്കുകളും പ്രാസങ്ങളും വൃത്തങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അടുക്കി പെറുക്കി ഇങ്ങനെ 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 എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭഗവാന്റെ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശങ്കരാചാര്യരുടെ ഫിലോസഫിയാണ് എല്ലായിടത്തും പൊക്കുന്നത്. അപ്പൊ അദ്വൈതത്തിന്റെ ഒരു ചായ്വ് ഉണ്ട്. കാര്യം ഇതൊക്കെ വ്യാഖ്യാനം എഴുതിയ ആൾക്കാരൊക്കെ അദ്വൈത ഫോളോവേഴ്സ് ആണ്, മായാവാദ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഭഗവാന്റെ രൂപമുള്ള കൺസെപ്റ്റില് അല്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഏത് പരിഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇതിന്റെ ഭാഷ്യം വായിച്ചു കഴിയുമ്പോൾ ഭഗവത്ഗീത, ഇപ്പം നമ്മൾ ഈ ഒരു സ്ത്രീകളുടെ ഒരു സംഘടന ഉണ്ടല്ലോ, ബ്രഹ്മകുമാരീസിന്റെ ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര നന്നായിട്ട് അവരെടുക്കും, നന്നായിട്ട് കേട്ടിരിക്കാൻ പറ്റും, നല്ല സുഖിച്ച് കേട്ടിരിക്കാൻ പറ്റും. പക്ഷെ ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ ശൂന്യമാകും, രൂപമില്ലാത്ത ആളാകും, എല്ലാം ഒന്നും ആകും അല്ലെ? എല്ലാരും ഒന്നാണ്, എല്ലാ ദേവീദേവന്മാരും പ്രപഞ്ചവും നമ്മളും ഭഗവാനും എല്ലാം ഒന്നാകുന്നുള്ള രീതിയിൽ അവര് പറഞ്ഞ് ഒപ്പിച്ചു വെക്കും അല്ലെ? അവരൊരുപാട് തെളിവുകൾ സഹിതം നിരത്തി അവർ ഒപ്പിച്ചു വെക്കും. അതുപോലെ ഇത് നമ്മള് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനം അതിന് കൊടുക്കുക എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഞാൻ ഇതിനകത്തെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന അവ്യക്തവാദികള് അല്ലെങ്കിൽ അദ്വൈത ഫിലോസഫിയിലാണെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള നമ്മൾ കൃഷ്ണാബോധത്തിലുള്ള രീതിയിലേക്കാക്കി ദയവായിട്ട് അത് മാറ്റിയിട്ട് ചിന്തിക്കുക. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞതിനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. അപ്പം ഇത് ഇനി നമ്മൾ ആരെങ്കിലും 2-3 പേരൊന്ന് വായിച്ചേ. രതിദേവി മാതാജി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാച രൂപ ഹരിനാരായണായ നമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരിനാരായണായ നമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓങ്കാരമായ പൊരു പോനായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ആദ്യം നാരായണായ നമ ജപിച്ചിട്ട് അത് ചൊല്ലിക്കോട്ടെ പ്രഭു. ചൊല്ലി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരി നാരായണായ നമ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായ രീതിയിലുള്ള ഒരു അർത്ഥം പറയാം. ഇതിൻ്റെ അകത്തുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ 3-4 പേജ് ഉണ്ട്. അത് ഇന്നെടുത്ത് തീരുവെന്ന് എനിക്ക് അറിയില്ല. ഹരേ കൃഷ്ണ ഓംകാരമായ പൊരുൾ. പ്രഭു ഹരേ ഞാൻ കൃഷ്ണ. ലീവ് പ്രഭു. ശരി മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു ഞാൻ ചെയ്യുന്നേ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ശരി 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 ലീവ് ചെയ്തോളൂ. ശരി. അപ്പം ഓംകാരം എന്ന് നമുക്ക് മനസ്സിലായി. ഓംകാരം എന്താണ്? ആ ഓം ആ എന്ന് പറയുന്ന 3 ശബ്ദങ്ങൾ ചേർന്ന് കഴിയുമ്പോഴാണ് ഓം ആയത് അല്ലെ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. ഓംകാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അല്ലെ. പ്രണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സൂചിപ്പിക്കുന്നതാണ്? ഭഗവാനെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊരു മന്ത്രത്തിന് മുൻപിലും ഓം എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാകുള്ളൂ. കാര്യം ഓം എന്ന് പറയുന്ന ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം അത് എന്താണ്? മൂന്നായി പിരിഞ്ഞു. അപ്പം അതിന് ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു. അപ്പം നമ്മളുടെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നൊക്കെ ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ അതിന് സാക്ഷിയായത് പരമാത്മാവായിട്ടുള്ള എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാനാണ് അല്ലെ. താൻ തന്നെ സാക്ഷിയതു. അതായത് ഞാനും എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനും അതിന് സാക്ഷിയായിട്ടിരിക്കുന്നു. അത് നമ്മള് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ആയിട്ട് നമുക്ക് വേണേൽ പറയാം. അതുപോലെ തന്നെ സത്വ, രജസ്, തമ ആയിട്ട് പറയാം ഈ മൂന്നായി പിരിഞ്ഞതിന്. അതുപോലെ തന്നെ നമ്മുടെ 3 എന്താണ് പറയുന്നത്, അഹങ്കാരങ്ങളായിട്ട് പറയാം. അതിന് ബോധം വരുത്തിയ ആള് എന്താണ്? പരമാചാര്യ രൂപനായിട്ട് നിന്ന് നാരായണ സ്വാമി തന്നെയാണ് ഇതിന് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധം നമുക്ക് തന്നത് അല്ലെ. സത്വ, രജസ്, തമ അല്ലെങ്കിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അല്ലെങ്കിൽ എന്താണ് ഈ 3 തരത്തിലുള്ള അതിനെപ്പറ്റി നമ്മൾ ഈ ഇതിന്റെ ഭാവാർത്ഥം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുക എന്താണെന്ന്. അതിനെപ്പറ്റി ഞാൻ ഒന്ന് വായിച്ചു. ഓങ്കാരമായ പൊരുൾ പരബ്രഹ്മം മൂന്നായി പിരിഞ്ഞു, സ്വയം മൂന്നായി വേർപെട്ടു, ഉടനെ ആങ്കാരമായി തുടർന്ന് അഹങ്കാരങ്ങൾ ആവിർഭവിച്ചു. അതായത് ബ്രഹ്മദേവൻ ഈ പറയുന്ന സൃഷ്ടി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ 11 രുദ്രന്മാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ 11 രുദ്രന്മാർക്ക് ഇരിക്കാനുള്ള വാസസ്ഥലം വരെ ഉണ്ടാക്കി കൊടുത്തു അല്ലെ. അത് നമ്മളുടെ ഓരോരോ കാമക്രോധ വികാരങ്ങളിലാണ് ഈ 11 രുദ്രന്മാരുടെ സ്ഥലം, ഇരിപ്പിടം എന്ന് പറഞ്ഞ പോലെ തന്നെ അഹങ്കാരം താൻ തന്നെ ബ്രഹ്മം തന്നെ സാക്ഷി, പ്രകാശം അരുളുന്ന സാക്ഷിയായി വർത്തിച്ചു. അത് അല്ലെങ്കിൽ ആ സത്യം ബോധം വരുത്തുന്നതിന് പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് ആളായി നിന്ന സഹായിയായി ഭവിച്ച പരമാചാര്യ രൂപ പരമഗുരുവായി വിളങ്ങുന്ന ഹരിനാരായണ എന്ന നാരായണ സ്വാമിയെ കൊണ്ട് നമസ്കാരം. ഓങ്കാരത്തിന്റെ പൊരുളായ പരബ്രഹ്മം തന്നെ മൂന്നായി വേർപെട്ട് അഹങ്കാരങ്ങളായി ആവിർഭവിച്ചു. ആ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി. ഈ വസ്തുസ്ഥിതി പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് സഹായി ഭവിച്ച പരമഗുരുവായി വിളങ്ങുന്ന ഹരി രൂപനായ നാരായണന് നമസ്കാരം. എന്തായാലും മനസ്സിലായോ? എല്ലാ വ്യക്തികളിലും അഹങ്കാര രൂപത്തിൽ ഞാൻ എന്നിങ്ങനെ സദാ സ്ഫുരിക്കുന്ന ബോധാംശം പരമാത്മാവിന്റെ തന്നെ അംശമാണെന്നും
ഗുരുകാരുണ്യം നേടി പ്രണവാവാസന ശീലിച്ചാൽ ആ സത്യസ്ഥിതി ആർക്കും സാക്ഷാത്കരിക്കുമെന്നും ഈ ശ്ലോകത്തിൽ ആചാര്യൻ വെളിപ്പെടുത്തുന്നു. അതായത് നമ്മളെപ്പോഴും ഞാൻ എന്ന് പറയുന്ന ആ ഒരു അതെന്ന് പറഞ്ഞാൽ ആ ഒരു ഭഗവാനിൽ നിന്ന് തന്നെ കിട്ടിയാണ്. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്ന് പറയുന്ന ആരാണ്? ആത്മാവാണ്. അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്നതോ, ഞാൻ എന്നുള്ളതിന് സാക്ഷിയായിട്ട് ആരാ നിൽക്കുന്നത്? പരമാത്മാവാണ്. ആ പരമാത്മാവാണ് ആചാര്യന്റെ സ്ഥാനത്ത് നിന്നിട്ട് നാരായണ സ്വാമിയായിട്ട് നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് അതിന്റെ ഒരു ചെറിയൊരു സമ്മറി. ഇനി അതിന് അത് നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടോ? ഹരിനാമകീർത്തനം ഉണ്ട് പ്രഭു, 2-3 ഉണ്ട്, പലതരത്തിലുണ്ട്. ഇത് ഇത്രയും പരിചയം ഇത് ഭയങ്കര ഒരു വലിയ വ്യാഖ്യാനമാണ് കൊടുത്തത്. ബാലകൃഷ്ണൻ നായർ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഏതോ ഒരു പ്രൊഫസർ എങ്ങാണ്ടാണ് മലയാളത്തിന്റെ. ഭയങ്കരമായിട്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഓങ്കാരമായ പൊരുൾ. നമ്മുടെ സമയം അതിക്രമിച്ചു പോകും, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് വായിക്കുക. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വായിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് വായിക്കാം. 2ാമത്തെ ശ്ലോകം കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. അത് നമുക്കൊന്ന് ഓടിച്ചു പോകാം. ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിക നാരായണായ നമ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഒന്നായ നിന്നെ കരണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കടക്കെ വരുവാൻ കൃപാവലികളുണ്ടാകയെങ്കിലിക നാരായണായ നമ. ജ്ഞാനാംബിക മാതാജി. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിക നാരായണായ നമ. ഹരേ കൃഷ്ണ. ദേവി മാതാജി. ഹരേ കൃഷ്ണ. ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ പദമിണ്ടാവത മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ നമ. ഹരേ കൃഷ്ണ. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയായ നമ. ഞാനപ്പോ എനിക്ക് മനസ്സിലാക്കിയ അർത്ഥം ഞാൻ പറയാം. പിന്നീട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ പിന്നെ നോക്കാം. ഒന്നായ നിന്നെ, നീ ഒന്നാണല്ലോ എപ്പോഴും, അല്ലെ? പൂർണ്ണമാണല്ലേ? ഓം പൂർണ്ണമത പൂർണ്ണമത. നീ എപ്പോഴും ഒന്നാണല്ലേ? ഒരേ ഒരു ദൈവമേ ഉള്ളൂ നമുക്കല്ലേ? ആ ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടു. എന്തൊക്കെ കണ്ടു? രണ്ടെന്ന് പറഞ്ഞാൽ ഈ ജീവാത്മാവായിട്ടും പരമാത്മാവായിട്ടും രണ്ടായിട്ട് കണ്ടു, അല്ലെ? അല്ലെങ്കിൽ ഞാൻ എന്നും നീ എന്നും കണ്ടു. നമ്മൾ ദ്വന്ദ്വങ്ങളിൽ അകപ്പെട്ടില്ല. ദ്വന്ദ്വം നമ്മളെപ്പോഴും നമുക്കറിയാലോ, നമ്മൾ ഈ മനുഷ്യരുടെ പ്രശ്നം ദ്വന്ദ്വങ്ങൾ. നല്ലത് ചീത്ത, നന്മ തിന്മ, അതുപോലെ തന്നെ ഉയർച്ച താഴ്ച, സുഖം ദുഃഖം, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ദ്വന്ദ്വങ്ങളിൽ ഏർപ്പെടുത്തു. രണ്ടായി കണ്ടു, അല്ലെ? അതായത് ജീവാത്മാവ് പരമാത്മാവ്, അല്ലെങ്കിൽ ശരീരം ആത്മാവ്. ചിലർ ഈ ശരീരം ആത്മാവിന്റെ പ്ലാറ്റ്ഫോം വിട്ട് അതിലപ്പുറത്തേക്കില്ല. നമ്മൾ കൃഷ്ണാവധത്തിൽ വരുമ്പോ എന്താണ്? ആത്മാവും പരമാത്മാവുമാണ്, അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 റിയലൈസേഷൻ കണ്ട എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവാൻ സാക്ഷാത്കാരം. അപ്പൊ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ദ്വന്ദ്വങ്ങളിൽ അകപ്പെട്ടു. ഒന്നായ നിന്നേക രണ്ടെന്ന് കണ്ടു. അതിൽ ഇണ്ടൽ അങ്ങനെ കാണുമ്പോൾ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് ഒന്നായി കാണാൻ തന്നെയാണ് ഇഷ്ടം, അല്ലെ? ഒന്നായി കാണാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൂലസ്വരൂപത്തിലേക്ക് ചെല്ലുക, ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ആ ഒരു ഇതിലേക്ക് ചെല്ലുക, അല്ലെ? അപ്പം ആ ഒന്നായിട്ട് ഇരിക്കാനായിട്ടായിരുന്നു ഇഷ്ടം എനിക്ക്. ആ ഒന്നായിട്ട് നമ്മൾ എവിടെയാണ് ഇരുന്നത്? അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ
ഈ ഗോലോകത്തിൽ എവിടെയാണെന്ന് ആ സ്ഥലത്തേക്ക് എനിക്ക് ഒന്നായിട്ട് ഇരിക്കാനാണ്, ഭഗവാന്റെ കൂടെ ഇരിക്കാനാണ്, ഭഗവാന്റെ ധാമത്തിൽ ഇരിക്കാനാണ്, ഭഗവാന്റെ സേവകനായിട്ട് ഇരിക്കാനായിട്ടായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പോൾ എന്താണ്, നമ്മൾ രണ്ടും രണ്ടായിട്ട് തോന്നുന്നു. കാര്യം ഭൗതിക പ്രകൃതിയുടെ അസോസിയേഷൻ മൂലം, അല്ലെ? ഞാനൊന്ന് എക്സിറ്റ് ആയിക്കോട്ടെ പ്രഭു, വെറുതെ രണ്ടു കഴിഞ്ഞു നിമിഷം മാതാജി, ഫോൺ തീർന്നു ഞാൻ. വന്നോണ്ടേ ഇരിക്കുന്നു ഫോൺ. ഇല്ല, കുഴപ്പമില്ല മാതാജി. അപ്പം നമ്മൾ എന്താണ് രണ്ടായിട്ട് കണ്ടു. ആ ഒരു ഇണ്ടൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ, പണ്ട് എന്തായിരുന്നു അതുപോലെ വരാനായിട്ട് നിന്റെ കൃപാവലികൾ ഉണ്ടാകണം. അതായത് എനിക്ക് മോക്ഷം കിട്ടണം. പണ്ട് എന്തായിരുന്നോ, എങ്ങനെയിരുന്നോ നമ്മൾ ഒരുമിച്ച് ഭഗവാന്റെ അടുത്തിരുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നത്, അല്ലെ? അതിലേക്ക്, ആ പണ്ടത്തെ രീതിയിലേക്ക് എത്താനായിട്ട് നിന്റെ കൃപാവലികൾ ഉണ്ടാകണം, അല്ലയോ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് അർത്ഥങ്ങളൊന്നും വായിക്കുന്നില്ല, കാര്യം എല്ലാവരും പോകാനുള്ള സമയമൊക്കെയായി. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഹരിബോൾ വഞ്ചകൽപതരൂപശ്ച കൃപാസന്ധിഭവിച്ച ഭഗവാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ.